ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 കെമിസ്ട്രിയിലെ ഓണത്തിന് ശേഷമുള്ള ടോപ്പിക്കാണ്. അതായത് അയോണൈസേഷൻ എൻതാൽപ്പി. അത് ഓൾറെഡി നമ്മൾ ഓണത്തിന് മുന്നേ എടുത്തു. പാർട്ട് 5 പാർട്ട് 6 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പാർട്ട് 7 നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്ലോക്സിന്റെയും അതിന്റെ പെക്യുലാരിറ്റീസ് ഒക്കെ പഠിക്കും. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കെമിസ്ട്രിയിൽ. അത് എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ഓക്സിഡേഷൻ നമ്പർ? ഓക്സിഡേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓക്സിജനുമായി ബന്ധപ്പെട്ട എന്തോ ആണ് എന്നുള്ളതാണ്. അല്ല, ഓക്സിജനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്സിജൻ വരാം, പക്ഷെ ഓക്സിജനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല ഇവിടെ നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, യെസ്. നമുക്ക് ഓക്സിജനുമായി ബന്ധപ്പെടാത്ത, ഓക്സിജൻ അല്ലാത്ത ഒരു കോമ്പൗണ്ട്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് NaCl, സോഡിയം ക്ലോറൈഡ്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഈ സോഡിയം ക്ലോറൈഡില് നമുക്കറിയാം, സോഡിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ, സോഡിയം അറ്റോമിക് നമ്പർ 11. അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 3s1 അല്ലേ? ഓക്കെ. ക്ലോറിൻ നമുക്കൊരു അറ്റോമിക് നമ്പർ 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 3p5. സോ ഈ എസ് ഇലക്ട്രോൺ, എസ് സബ്ഷെൽ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്. അതായത് രണ്ടെണ്ണം ഉണ്ടെങ്കിലാണ് അതിന്റെ പറ്റുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതുപോലെ പി സബ്ഷെലും ഇൻകംപ്ലീറ്റ് ആണ്. അവിടെ 6 ഉണ്ടെങ്കിലാണ് അത് കംപ്ലീറ്റ് ആയി ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പോ ഇവര് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തും. അതായത് ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്റെ കയ്യിലുള്ള ഈ ഇലക്ട്രോൺ നിനക്ക് തരാം, കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ. കണ്ടോ? ട്രാൻസ്ഫർ ആണത്, ശ്രദ്ധിക്കണം. അപ്പോ ഞാൻ നിനക്ക് തരുമ്പോ നിനക്ക് എന്താവും? 6 ആവും. നീ ഹാപ്പി ആയില്ലേ? ക്ലോറിൻ ഹാപ്പി ആയില്ലേ? കണ്ടോ? അപ്പോ ഒരു ഇലക്ട്രോൺ എന്റെ കയ്യിൽ നിന്ന് പോയത് കൊണ്ട് എനിക്ക് ഈ സബ്ഷനിലേ ഇല്ല, കാരണം ഇവിടെ ഇല്ല, ഇലക്ട്രോൺ ഇല്ല. ക്ലിയർ? ഹാപ്പി ആണോ? ഹാപ്പി ആണോ? നോക്ക്, ഹാപ്പി ആവില്ല, നമുക്ക് നോക്കാം. ഇവിടെ 11ന്റെ അർത്ഥം 11 പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിന്റെ അകത്തുണ്ട്. ഇപ്പോ ഈ ഇലക്ട്രോണിന്റെ എണ്ണം നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് 10 ഇലക്ട്രോൺസ് കൂടിയുണ്ട്, ഒരു ഇലക്ട്രോൺ നമ്മൾ പോയി. അപ്പൊ ഈ 11 പോസിറ്റീവ് ചാർജ് ഈ 10 ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ. അപ്പോ ഒരു പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യാൻ അവിടെ ഇലക്ട്രോൺ ഇല്ല എന്ന് വിചാരിക്കും. അപ്പൊ ഒരു പോസിറ്റീവ് ചാർജ് കൂടുതലല്ലേ? കൂടുതലാണ്. അപ്പൊ ഇനി മുതൽ ഇയാളെ വിളിക്കേണ്ടത് അയോൺ എന്നാണ്. അയോൺ. അപ്പൊ എന്താണ് മക്കളെ അയോൺ? ചാർജ്ഡ് ആറ്റം. ചാർജ്ഡ് ആറ്റം. ചാർജ്ഡ് ആറ്റത്തിനെയാണ് നമ്മൾ അയോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. അപ്പൊ ഇവിടെ സോഡിയത്തിന്റെ എന്താണ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഡിയം ലോസസ് 1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോ 11 പോസിറ്റീവ് ചാർജും 10 നെഗറ്റീവ് ചാർജും തമ്മിൽ കൂട്ടുമ്പോൾ 11 പോസിറ്റീവ് ചാർജും 10 നെഗറ്റീവ് ചാർജും കൂട്ടുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് എന്താണ് അധികം. ക്ലിയർ? അപ്പൊ സോഡിയത്തിന് മീതെ നമ്മള് ഇങ്ങനെ കാണിക്കും, Na+. അപ്പൊ എത്ര പോസിറ്റീവ് ചാർജ് അധികം വന്നോ? ഒരു പോസിറ്റീവ് ചാർജ് പ്ലസ്. അതാണ് സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ. ശരിയോ? അതാണ് സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ. സോഡിയം മാത്രമല്ല, ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ആരൊക്കെയാണത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റൊബിഡിയം, സീസിയം, ഫ്രാൻസിയം. എന്തുകൊണ്ട് +1 വന്നു? അവരുടെ എല്ലാവരുടെയും അവസാനത്തെ ഷെല്ലില് ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. ആ ഒരു ഇലക്ട്രോണിന് അവർ വിട്ടുകൊടുക്കുമ്പോൾ അവര് ചാർജുള്ള ആറ്റങ്ങൾ അഥവാ അയോണുകളായിട്ട് മാറും. അപ്പോ അവരുടെ തലക്ക് മുകളിൽ എന്ത് ചാർജാണോ വരുന്നത്, അതാണ് അവരുടെ ഓക്സിഡേഷൻ നമ്പർ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ എന്റെ ചോദ്യം, ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? ലെറ്റ്സ് ചെക്ക്. ഇൻ കേസ് ഓഫ് ക്ലോറിൻ, ക്ലോറിന്റെ കേസിലേക്ക് നമ്മൾ വരുമ്പോ ക്ലോറിൻ ഇവിടെ 6 ഇലക്ട്രോൺ ആയി. കണ്ടോ? ക്ലോറിന്റെ പോസിറ്റീവ് ചാർജ് എത്രയാണ്? 17 പോസിറ്റീവ് ചാർജ്. 17 പോസിറ്റീവ് ചാർജ് ഉള്ള ക്ലോറിന് ഒരു ഇലക്ട്രോൺ കൂടി ഇങ്ങോട്ട് കിട്ടി. അപ്പോ 2 4 6 10 12 18 നെഗറ്റീവ് ചാർജ് കൂട്ടുമ്പോ എത്ര വന്നു? ഒരു നെഗറ്റീവ് ചാർജ് എന്താണ് കൂടുതൽ വന്നു. കണ്ടോ? -18 +17 കൂട്ടുമ്പോ ഒരു നെഗറ്റീവ് ചാർജ് എക്സ്ട്രാ വന്നു.
അപ്പൊ നമ്മൾ പറയും ക്ലോറിൻ എന്ന് പറയുന്നത് മൈനസ്. എന്താ ഒരു അയോണായിട്ട് മാറി. -1 ആണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. ക്ലോറിൻ മാത്രമല്ല, ക്ലോറിന്റെ ഫാമിലിയിലെ ഹാലജൻ ഫാമിലിയിലെ ഗ്രൂപ്പ് 70 ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, നൈട്രിൻ, അസ്റ്റാൻ. ഇവരൊക്കെ -1 ആണ് കാണിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? അവർക്ക് ഒരു ഇലക്ട്രോൺ മതി. മനസ്സിലായോ? ക്ലിയർ? അപ്പൊ സാറ് ഇത് തന്നെയാണ് വാലൻസ് ഇലക്ട്രോണും. ശരിയാണ്. അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസ് അവർക്ക് എത്രണ്ണം വേണം, എത്രണ്ണം വിട്ടുകൊടുക്കും, അതിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. ഈ കേസിൽ വാലൻസിയും ഓക്സിഡേഷൻ നമ്പറും സെയിം ആണ്. ബട്ട് എല്ലാ കേസിലും അല്ല. വാലൻസി ഫിക്സഡ് ആയിരിക്കും, ഓക്സിഡേഷൻ നമ്പർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോ നിങ്ങളോട് NaCl തന്നിട്ട് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് NaCl എങ്ങനെയാണ് ആ കോമ്പൗണ്ടിൽ നിൽക്കുന്നത്. NaCl സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് ക്ലോറിൻ ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് സോഡിയം പോസിറ്റീവ് ചാർജായി ക്ലോറിൻ നെഗറ്റീവ് ചാർജായി. ഈ ചാർജുകൾ തമ്മിലുള്ള അട്രാക്ഷൻ, അതാണ് അവരവിടെ പിടിച്ചു നിർത്തുന്നത്. ഈ ചാർജുകൾ തമ്മിലാണ് അട്രാക്ഷൻ എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അയോണിക് ബോണ്ട്. എന്താണ്? അയോണിക് ബോണ്ട്. അപ്പൊ ഈ അയോണുകൾ തമ്മിലുള്ള ഈ ഒരു അട്രാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അയോണിക് ബോണ്ട്. ക്ലിയർ? മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മള് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്? വെള്ളം, വാട്ടർ. ഓക്കെ, വാട്ടറിന്റെ കേസിൽ നമുക്ക് ഓക്സിജൻ ഇവിടെയാണ്. ഓക്കെ, ഹൈഡ്രജൻ ഇവിടെയാണ്, ഒരു ഹൈഡ്രജൻ ഇവിടെയാണ്. ഓക്കെ, ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 8. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയ 1s2 2s2 2p2. മനസ്സിലായോ? 2p2 അല്ല, സോറി, 2p4. അതായത് 2 എത്രയാണ്? 6. ഇവിടെ 8 ആകണമെങ്കിൽ 2 ഇലക്ട്രോണും കൂടി വേണം. ഇതുപോലെ ഇവിടെ 6 ആകണമെങ്കിലും 2 ഇലക്ട്രോൺ വേണം. കിട്ടിയല്ലോ? അപ്പൊ ഈ 2 ഇലക്ട്രോൺ ആര് കൊടുക്കും? ഹൈഡ്രജൻ കൊടുക്കും. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്. ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് എന്ത് പറയാം? 1s1. അപ്പൊ ഹൈഡ്രജനും വേണം ഒരു ഇലക്ട്രോൺ. ഒന്ന് ഹൈഡ്രജൻ നേരത്തെ സോഡിയത്തിനെ പോലെ ഇലക്ട്രോൺ ആകും, എനിക്ക് വേണ്ട. അല്ലെങ്കിൽ ഹൈഡ്രജനും വേണം ഒരു ഇലക്ട്രോൺ, ആകെ ഒരു ഇലക്ട്രോണും. അത് ഞാൻ എങ്ങനെ ദാനം ചെയ്യാൻ? അപ്പൊ ഹൈഡ്രജൻ തീരുമാനിച്ചുണ്ട് ഒരെണ്ണമല്ലേ ഉള്ളൂ, അത് ഞാൻ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു പേരുണ്ടെങ്കിൽ നമ്മൾ കുറച്ചെടുത്ത് ചെയ്ത് അങ്ങനെ പറയില്ലേ, അതുപോലെ. അപ്പോ ഹൈഡ്രജൻ പറയുകയാണ് ഓക്സിജനോട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഓക്സിജൻ പറയുന്നത് എനിക്ക് ഒരാൾ നിന്നിട്ട് എന്റെ കാര്യങ്ങൾ നടക്കൂല, എനിക്ക് ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് രണ്ടാൾ, നീ വേറെ നിന്നെ പോലെ ആളെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിക്കാം. അല്ലാണ്ട് ഒരാളും മാത്രം എനിക്ക് പറ്റില്ല. ഹാഫ് ടൈം ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ, ഫുൾ ടൈം ആണെങ്കിൽ ഞാൻ വരാം എന്ന് പറയണമല്ലേ. അപ്പൊ ഹൈഡ്രജൻ കുഴപ്പമില്ല, എന്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടുവരാം. അങ്ങനെ ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു. ഈ ഹൈഡ്രജൻ ഈ ഓക്സിജൻ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോൺ, തന്റെ കയ്യിലുള്ള ഇലക്ട്രോൺ ഓക്സിജന്റെ കയ്യിലുള്ള ഇലക്ട്രോണുമായിട്ട് എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. ഇവിടെ ഈ ഹൈഡ്രജൻ തന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോൺ ഓക്സിജന്റെ വേറൊരു ഇലക്ട്രോണുമായിട്ട് ഷെയർ ചെയ്തു. മനസ്സിലായോ? ക്ലിയർ? അവസാനത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അതവിടെ നിൽപ്പുണ്ട് ഓക്സിജന്റെ. അതാ. അപ്പൊ ഓക്സിജൻ ചുറ്റും എത്ര ഇലക്ട്രോൺ ആണ് നോക്കി? 1 2 3 4 5 6 7 8 ഷെയർ ചെയ്ത് കിട്ടി. അപ്പൊ ഓക്സിജൻ ഹാപ്പിയാണ്, സ്റ്റെബിലിറ്റി ഒരു 8 ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ എട്ടെണ്ണ ഈ ഷെല്ലിൽ എട്ടെണ്ണ 2 + 6 8. ഓക്സിജൻ ഹാപ്പിയാണ്. സിമിലർലി ഹൈഡ്രജന്റെ കേസിൽ വരുമ്പോൾ ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഹാപ്പി ആവും, കാരണം ഹൈഡ്രജനിൽ എസ് മാത്രമേ ഉള്ളൂ. ഹൈഡ്രജന്റെ അതാ ഒന്ന് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ഒന്ന് ഓക്സിജനിൽ നിന്ന് കിട്ടി, ഷെയർ ചെയ്ത്. ഇതുപോലെ ഇവിടെ ഹൈഡ്രജൻ. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ H2 ഉണ്ടാവുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അയോണിക് ബോണ്ട് അല്ല, ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ടില്ല. സോഡിയം എന്ത് ചെയ്തു? ഇലക്ട്രോൺ കംപ്ലീറ്റ് അങ്ങനെ കൊടുത്തു, പക്ഷെ ഹൈഡ്രജൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ ലോസ് ആയി പോസിറ്റീവ് ചാർജ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഓക്സിജൻ ഇലക്ട്രോണിന് കിട്ടി, അതുകൊണ്ട് നെഗറ്റീവ് ചാർജ് എന്നും പറയാൻ പറ്റില്ല. എന്നാലും ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്സിജന്റെ ന്യൂക്ലിയസിൽ
8 പോസിറ്റീവ് ചാർജ് ഉണ്ട്, 8 പ്രോട്ടോൺ ഉണ്ട്. അവര് ഈ ഇലക്ട്രോണിനെ എല്ലാം അട്രാക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ബോണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഹൈഡ്രജന്റെ അടുത്ത് വരുന്ന ഇലക്ട്രോണിനെ നിങ്ങൾ വേണം, ഞങ്ങളാണ് കുറച്ചും കൂടി ശക്തിയുള്ളൂ, ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ എന്താണ് വലിച്ചു നിർത്തും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഹൈഡ്രജൻ നോക്കുമ്പോ തന്റെ കയ്യിലുള്ള ഇലക്ട്രോൺ ഇപ്പൊ തന്റെ അടുത്തല്ല നിൽക്കണേ, ഓക്സിജന്റെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ്. അതാ ഇവിടുന്ന് മാറിയതേ ഇവിടെ പോയി നിൽക്കുകയാണ്. ഇത്രയും നേരം അടുത്തുണ്ടായതാണ്, ഇപ്പൊ എന്താണ് കുറച്ചും കൂടി അങ്ങോട്ട് അകന്നുപോയി. അപ്പൊ കുറച്ച് അകന്നു പോയത് കൊണ്ട് ഹൈഡ്രജന് മേലെ ഇവിടെ എന്താണ് ഇലക്ട്രോൺ കംപ്ലീറ്റ്ലി പോയിട്ടില്ല, പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടും. മനസ്സിലായോ? ഈ ഹൈഡ്രജൻ അതുപോലെ തന്നെ എന്താണ് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടും. യെസ്. അപ്പൊ ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് അടുത്തേക്ക് വരുമ്പോൾ ഈ ഓക്സിജന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും, ഓക്സിജനും ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. അതുപോലെ ഈ ഓക്സിജനും കിട്ടും ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പോ ഹൈഡ്രജന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് 1 എന്നാണ് എടുക്കുക. ഇവിടെ എന്താണ് 1 എന്നാണ് എടുക്കുക. ഇവിടെ വരുമ്പോൾ 1, ഇവിടെ വരുമ്പോഴും 1. അപ്പോ ഓക്സിജനെ സംബന്ധിച്ച് ഇവിടെ നിന്ന് ഒരു 1, ഇവിടെ നിന്ന് ഒരു 1, ഓക്സിജനില് ടോട്ടൽ -1 പ്ലസ് -1 ദാറ്റ് ഈസ് -2. മനസ്സിലായോ? ഒരു ഇലക്ട്രോൺ അടുത്തേക്ക് വന്നപ്പോ -1, ഇവിടുന്ന് അടുത്തേക്ക് വന്നപ്പോ -1 -1 കൂട്ടിയ -2. സോ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ ഈസ് -2. അപ്പൊ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ -2 ആണ്. ക്ലിയർ ആണല്ലോ? ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ +1 ആണ്, +1 ആണ്. അപ്പൊ ഒരു ചോദ്യം വരും നിങ്ങളുടെ മനസ്സിൽ, സാർ എന്താണ് ഓക്സിഡേഷൻ നമ്പർ? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു കോമ്പൗണ്ടിനെ തരുന്നു, വെദർ ഇറ്റ് ഈസ് അയോണിക് ബോണ്ട് ഓർ നോട്ട്. അത് അയോണിക് ബോണ്ടുള്ള കോമ്പൗണ്ട് ആവാം, അല്ലാണ്ടും ആവാം. എങ്ങനെ ആയാലും ശരി, അതിലെ ആളുകൾ നിങ്ങൾ മാറ്റി നിർത്തിയാൽ ഇവർക്ക് എല്ലാവർക്കും ഓരോ ചാർജ് കിട്ടും. സെപ്പറേറ്റ് നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ എന്താണ് തന്റെ ഇലക്ട്രോണിനെ ഓക്സിജന് ഷെയർ ചെയ്തിട്ട് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആയി നിൽക്കണം. ആ ചാർജ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയും. സോ അനദർ വേർഡ് ഈസ് യൂസ്ഡ് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ മക്കളെ ആ കോമ്പൗണ്ടിനനുസരിച്ചിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഓക്സിജന്റെ -2 ആണ്, എല്ലാവർക്കും -2 അല്ല, +2 കാണിക്കുന്നുണ്ട്, +1 കാണിക്കുന്നു. ഇവിടെ ഹൈഡ്രജന്റെ +1 ആണ്, എല്ലായിടത്തും അല്ല. ഹൈഡ്രജൻ ഫസ്റ്റ് ഗ്രൂപ്പിലെ ആളുകളുമായിട്ട് ചേരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ സോഡിയമായിട്ട് ചേർന്നു എന്ന് വിചാരിക്കും. അപ്പൊ LaH, നേരത്തെ ഞാൻ പറഞ്ഞ സാറ് പറഞ്ഞ സോഡിയത്തിന്റെ എന്താണ് +1 ആണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രജന്റെ +1 വരോ? ഇല്ല, -1 ആണ്. അതിന്റെ റീസൺ ഇത് രണ്ടും കൂട്ടിയ 0 കിട്ടണമെന്നേ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്സിഡേഷൻ നമ്പറുകൾ എല്ലാം കൂടി കൂട്ടിയാൽ ഫൈനൽ ആൻസർ 0 ആയിരിക്കും, അതായത് ന്യൂട്രൽ ആയിരിക്കും. അപ്പൊ സോഡിയം ഹൈഡ്രൈഡ്, അതായത് ഹൈഡ്രജൻ ഫസ്റ്റത്തെ അൽക്കലി മെറ്റലുമായിട്ട് ചേരുമ്പോ, അൽക്കലി മെറ്റൽ എപ്പോഴും ആൾവേസ് ഷോ +1 +1 +1. അത് 100% ആണ്. അത് ആരോട് പറഞ്ഞാൽ. അപ്പൊ ഞാനിവിടെ +1 എന്തായാലും ഉറപ്പാണ്, സോഡിയത്തിന്റെ +1 ആണ്. അപ്പൊ ഹൈഡ്രജൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പറും ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പറും കൂട്ടുമ്പോൾ 0 കിട്ടണം. അപ്പൊ സോഡിയത്തിന്റെ 1 ആണെന്ന് എനിക്കറിയാം, ഹൈഡ്രജന്റെ എനിക്ക് അറിയില്ല, ഞാൻ X എന്ന് എടുത്തു, രണ്ടും കൂടി കൂട്ടുമ്പോൾ 0. അപ്പൊ X എന്തായിരിക്കും? ഈ 1 അപ്പുറത്തേക്ക് പോയാൽ -1. അപ്പൊ ഹൈഡ്രജൻ എപ്പോഴും +1 ആണോ കാണിക്കുന്നത്? അല്ല, ഹൈഡ്രജൻ -1 കാണിക്കും. മനസ്സിലായോ? അപ്പൊ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഒരു കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ അവരെ പിരിക്കുമ്പോൾ അവർക്കുള്ള ചാർജ് എന്തായിരിക്കും? മനസ്സിലായോ? ആ ചാർജാണ് നമ്മൾ എന്താ പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയാം. മനസ്സിലായോ? ഇത് സിമ്പിൾ ടു ഹോൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ് പോകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചുകൊണ്ട്
വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് അവസാനം കൊണ്ട് മിസ്സാക്കിയത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ചെയ്തത് അങ്ങനെ പോവുകയാണ്. അവസാനം വരെ കാണണം. ഓക്കെ, ഇത്ര പേരുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണല്ലോ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്താണ് ഈ ഓക്സിഡേഷൻ നമ്പർ എന്നൊന്ന് എഴുതി നോക്കാം. ഡെഫിനേഷൻ എവിടെയെങ്കിലും വെച്ച് അത് കാണുമ്പോൾ വായിച്ച് മനസ്സിലാകണ്ടേ. നമുക്ക് ഡെഫിനേഷനിലേക്ക് പോവാം. ഓക്സിഡേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു, ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ദ ചാർജ്, ഒരു ചാർജ് which its atom appear to have occurred when all the other atoms in the species are removed as ions. മനസ്സിലായോ? അപ്പോ H2O ഇല്ലേ, H2O ഞാൻ എച്ചിനെ ഇതിനെ മാറ്റിയാ പിന്നെ ഇയാൾക്ക് എന്തായിരിക്കും ചാർജ്? അവിടെ എന്തായിരിക്കും ചാർജ്? -2. ഇയാൾക്ക് എന്തായിരിക്കും ചാർജ്? +1. വേണ്ടോ? അപ്പൊ ഒരു കോമ്പൗണ്ട് ചെയ്ത് നമ്മൾ അയോണുകളായിട്ട് ഇവർ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് വേറെ ചാർജ് കിട്ടും ഒരു കോമ്പൗണ്ടിൽ നിന്ന്, കേട്ടോ. അപ്പൊ വേറെ വേറെ കോമ്പൗണ്ട് ആണെങ്കിൽ വേറെ വേറെ ആയിരിക്കും എന്നാ പറഞ്ഞിട്ടാണ്. ഓരോ ആറ്റത്തിനും എന്ത് ചാർജാണ് കിട്ടുക അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയാം, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയും. അനദർ വേർഡ് ഈസ് ഓക്സിഡേഷൻ നമ്പറിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലിയർ? രണ്ട് സെയിം ആണ്. ഓക്കെ, ഇനി എന്തെല്ലാമാണ് പോസിറ്റീവ് വാല്യൂസ് വരാം. നമ്മൾ പറഞ്ഞു +1, നെഗറ്റീവ്സ് വാല്യൂസ് വരാം -1 വരാം, 0 വരാം, ഫ്രാക്ഷൻ ആവാം, അതായത് 2/3, 8/3, 1/2 അങ്ങനെയും ആകാം. അപ്പൊ ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ 0 വരുന്നത് എങ്ങനെയാണ്, ഫ്രാക്ഷൻ വരുന്നത് എങ്ങനെയാണ്, ഒരു കോമ്പൗണ്ട് തന്നിരുന്നാൽ അത് പറഞ്ഞിരിക്കുന്ന ആളുടെ മാത്രം ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കാണുന്നത്, ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതൊക്കെയാണ് പരീക്ഷയിൽ ചോദിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? MnO2, MnCl2 എന്നൊക്കെ പറയട്ടെ. അപ്പൊ അതിനകത്ത് മാഗ്നീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി അങ്ങോട്ടുള്ള പോർഷൻസ്. അപ്പൊ അത് മുഴുവനായിട്ട് കാണാം. ഓക്കെ, യെസ്. അപ്പോ ഓക്സിഡേഷൻ നമ്പർ പോസിറ്റീവ് വാല്യൂ എങ്ങനെയാണ് വരുന്നത്, നെഗറ്റീവ് വാല്യൂ എങ്ങനെയാണ് വരുന്നത് നിങ്ങളിപ്പോ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഓക്സിഡേഷൻ നമ്പർ 0 വരുന്നത് എങ്ങനെയാണ്? ഓക്സിഡേഷൻ നമ്പർ 0 നോക്കാം നമുക്ക്. ഹൈഡ്രജൻ എടുക്കാം, H2. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ തന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഹൈഡ്രജൻ തന്റെ ഇലക്ട്രോൺ ഉണ്ട്. ഇത് രണ്ടും ഷെയർ എടുക്കാം, മനസ്സിലായോ? ഇത് രണ്ടുപേരും തുല്യരാണ്. തുല്യരായ ആൾക്കാരാകുമ്പോൾ മറ്റേ ഇലക്ട്രോൺ ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റില്ല. രണ്ടുപേർക്കും ഒരു പ്രോട്ടോണേ ഉള്ളൂ, രണ്ടുപേർക്കും ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഈ ഇലക്ട്രോൺ ഈ പ്രോട്ടോൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതേ പ്രോട്ടോൺ തന്നെ ഇപ്പോഴത്തുള്ള ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, ഹൈഡ്രജൻ, ദിസ് ഇസ് ഹൈഡ്രജൻ. ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, അനദർ ഹൈഡ്രജൻ, ഒരു ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഓൾറെഡി ഇതിന് ഇവർ അട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവര് സ്വന്തം. ഓക്കെ, അതുകൂടാതെ ഈ പ്രോട്ടോൺ ഇയാളെ അട്രാക്ട് ചെയ്യണം. ക്ലിയർ? അതുപോലെ ഈ പ്രോട്ടോൺ എന്ത് ചെയ്യും? ഇയാളെയും എന്ത് ചെയ്യണം? അട്രാക്ട് ചെയ്യണം. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും മക്കളെ, മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്ക് പരസ്പരം ചാർജ് ഇല്ല. പോസിറ്റീവിന്നോ നെഗറ്റീവിന്നോ പാർഷ്യൽ പോസിറ്റീവിന്നോ പാർഷ്യൽ നെഗറ്റീവിന്നോ ഒന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ, ഹൈഡ്രജൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0. മനസ്സിലായോ? അപ്പൊ ഇതിന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വരുന്ന തുല്യമായ അറ്റങ്ങൾ ചേർന്നിട്ടുള്ള മോളിക്യൂൾസ് അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അതായത് ഇലക്ട്രോൺ ഷെയർഡ് ഈക്വലി, ഒരേപോലെ ഇലക്ട്രോൺ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ H2, ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? ഓക്സിഡേഷൻ നമ്പർ is equal to 0. ക്ലിയർ? ഇനി അടുത്തൊരു പോയിന്റ്, അടുത്ത ഡിഫറെന്റ് ഇലക്ട്രോൺസ് ആണ്. മനസ്സിലായ? ഒരേപോലെയല്ല ഷെയർ ചെയ്യുന്നത്, ഡിഫറെന്റ് ആയിട്ടാണ്. അത് നോക്കാം. ഇലക്ട്രോൺ ഷെയർ ഈക്വലി ബൈ എന്താണ്? സെയിം ആറ്റം കേട്ടോ, സെയിം ആറ്റം. ഓക്കെ, അടുത്തത് ഇലക്ട്രോൺ ഷെയർഡ് ബൈ
ഡിഫറെന്റ് ആറ്റം. അതായത് ഡിഫറെന്റ് ആറ്റം ആണ് ഇവിടെ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സോഡിയം ക്ലോറൈഡ്. ഇപ്പൊ സോഡിയം ക്ലോറൈഡ് നമ്മൾ പഠിച്ചതല്ല, HCl. വേറൊരു എക്സാമ്പിൾ എടുക്കുക, HCl. അപ്പൊ ഹൈഡ്രജൻ വേറെ ആളാണ്, ക്ലോറിൻ വേറെ ആളാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ ക്ലോറിന്റെ 2, 4, 6, 2, 4, 6, 7 ഇലക്ട്രോൺ ക്ലോറിനുണ്ട്. 17 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ഈ 17 പോസിറ്റീവ് ചാർജും കൂടി എല്ലാവരും കൂടി ചേർന്ന് ഇതിനങ്ങോട്ട് വലിച്ചു ചെയ്യുമ്പോൾ സംഭവിക്കാം, ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. മനസ്സിലായോ? അപ്പൊ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ചെയ്യാൻ പിന്നെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇലക്ട്രോൺ ഷെയർഡ് ബൈ ഡിഫറെന്റ് ആറ്റംസ്, വ്യത്യസ്ത ആറ്റങ്ങളാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഓക്സിഡേഷൻ നമ്പർ ഉണ്ടായിരിക്കും. അവിടെ 0 ആവില്ല, നോട്ട് ഈക്വൽ ടു 0. ബട്ട് എത്ര ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതിനാണ് നമ്മൾ റൂൾ നമ്പർ 1 പഠിക്കുന്നത്. റൂൾ നമ്പർ 1, അതായത് എന്താണ് റൂൾ പറയുന്നത്? സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ടു 0. സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ടു 0. എന്താണ് റൂൾ നമ്പർ 1 പറയുന്നത്? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഇൻ എ കോമ്പൗണ്ട് ഈക്വൽ ടു 0. നിങ്ങൾക്കൊരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ ഒരാളോട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മറ്റാളെ കണ്ടുപിടിക്കാം. കാരണം രണ്ടുപേരുടെയും കൂട്ടിയാൽ എന്തായിരിക്കും ഉത്തരം? 0 ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കൊരു കോമ്പൗണ്ട് സാറ് വരും, അതിനകത്ത് നമുക്ക് എന്താണ് കുറെ ആൾക്കാരുടെ നമ്മൾ അറിഞ്ഞിരിക്കണം ജനറൽ ആയിട്ട്. അത് സാറിപ്പോ പറയാം, ജസ്റ്റ് കേൾക്കുക. ഫസ്റ്റ് ഗ്രൂപ്പ്, അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റൂബിഡിയം, അവരെല്ലാവരും +1 ആണ്. മെറ്റൽസ് ആണ്, ഇലക്ട്രോണിനെ കൊടുക്കുന്നവരെയാണ് നമ്മൾ മെറ്റൽസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ്, അതായത് ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോണേഷ്യം, ബേരിയം, റേഡിയം, അവരെല്ലാവരും +2 ആണ് കാണിക്കുന്നത്. +2. ഓക്കെ, അത്ര പഠിച്ചു നോക്കണം കേട്ടോ. അടുത്തത് ഹൈഡ്രജൻ എടുക്കാം. ഹൈഡ്രജനെ സംബന്ധിച്ച് +1 കാണിക്കും, -1 കാണിക്കും. ജനറലി ഹൈഡ്രജൻ കാണിക്കുന്നത് എന്താണ് +1 ആണ്. എവിടെയാണ് -1 കാണിക്കുന്നത്? ഹൈഡ്രജൻ ആൽക്കിലി മെറ്റലുമായിട്ട് ചേരുന്ന ഹൈഡ്രജൻ എന്താണ് ഹൈഡ്രൈഡ്, മെറ്റൽ ഹൈഡ്രൈഡ് ഉണ്ടാവുമ്പോഴാണ് -1 കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? യൂഷ്വലി +1 ആണ്, അത് പഠിച്ചു കൊടുക്കാം. ഓക്സിജൻ യൂഷ്വലി -2 ആണ് കാണിക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഓക്സിജൻ എന്താണ് +1, +2 കാണിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്നവരാണ് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇവരെല്ലാവരും -1 ആണ് കാണിക്കുന്നത്, ഫ്ലോറിന്റെ പോലെ തന്നെയാണ്. മനസ്സിലായോ? അതിൽ വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ളതാണ് ഫ്ലോറിൻ ആണ്, -1. ഫ്ലോറിൻ എവിടെ കണ്ടാലും നിങ്ങൾക്ക് -1 ഇടാം, നോ പ്രോബ്ലം. ക്ലിയർ? യെസ്. അപ്പൊ ബേസിക് ആയിട്ട് ഇത്തരമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു കോമ്പൗണ്ടിന്റെയും ഓക്സിഡേഷൻ നമ്പർ, കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത കോമ്പൗണ്ടുകൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ നിങ്ങളോട് ചോദിക്കില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നെല്ലാം മൈൻഡിലുണ്ടല്ലോ. ജസ്റ്റ് റിമൈൻഡ് ഇറ്റ്. ഹൈഡ്രജൻ നിങ്ങൾ പറഞ്ഞു നോക്കി, +1 or -1, യൂഷ്വലി +1. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് +1 ആരൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. സെക്കൻഡ് ഗ്രൂപ്പ് +2, 2 ഇലക്ട്രോൺ കൊടുക്കും. ഏതൊക്കെയാണ്? ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോണേഷ്യം, ബേരിയം, റേഡിയം. അത് കഴിഞ്ഞു. ലാസ്റ്റ് 17ാമത്തെ ഗ്രൂപ്പ് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നവരാണ് -1. ഓക്കെ, ഏതൊക്കെയാണ്? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, സ്റ്റാർ. പഠിച്ചോ? ഇനി സാർ എന്താ പറഞ്ഞ? ഓക്സിജൻ. ഓക്സിജൻ എത്രയാണ്? -2 യൂഷ്വലി. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിളിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് S in Na2S2O3. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് S in കോമ്പൗണ്ട് Na2S2O3. Na2S2O3 ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് സൾഫറിന്റെ എന്ത് കണ്ടുപിടിക്കണം? നിങ്ങൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ സോഡിയത്തിന്റെയും ഓക്സിജന്റെയും ജനറൽ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്
അത് നമുക്കിവിടെ എഴുതി വെക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ എഴുതി വെക്കാം. സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +1, ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2, സൾഫറിന്റെ എനിക്ക് അറിയില്ല, കണ്ടുപിടിക്കണം എക്സ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? മനസ്സിലായി. ക്ലിയർ? യെസ്. ഇനി ചെയ്യേണ്ടത് സോഡിയം എത്ര എണ്ണം ഉണ്ട്? സോഡിയം എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പൊ × 2, ആൻസർ +2. ഓക്കെ. സൾഫർ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പൊ × 2, ആൻസർ 2x. ഓക്കെ. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. അപ്പൊ × 3, ആൻസർ -6. ക്ലിയർ? അപ്പോ ഈ ലാസ്റ്റ് വരുന്ന ഇവരെല്ലാവരും കൂടി കൂട്ടുമ്പോ എത്ര വരണം? 0 വരണം. അപ്പോ +2 -6 +2x ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 0. അപ്പൊ 2 - 6 എത്രയാണ്? -4 +2x = 0. ഈ മൈനസ് അപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ 2x = +4. ഓക്കെ. അപ്പൊ x ഇവിടെ 2 മൾട്ടിപ്പിൾ ചെയ്തിരിക്കണം. അപ്പുറത്തേക്ക് എടുക്കുമ്പോ +4/2, ദാറ്റ് ഈസ് +2. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. അല്ലാത്തവരാണെങ്കിൽ ഇവിടെ ഈ 2 കളയാൻ വേണ്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 2 get cancel, x = +2. സോ വാട്ട് ഈസ് x? സൾഫർ. സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എന്താണ്? സൾഫർ ഈസ് ഈക്വൽ ടു +2 ഇൻ ദിസ് കോമ്പൗണ്ട്. ശ്രദ്ധിക്കാം, ഈ കോമ്പൗണ്ടിൽ +2 ആണ്, എല്ലാവർക്കും അല്ല. ഓക്കെ. യെസ്. അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സി ഇൻ. കാൽക്കുലേറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സി. കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സി, ക്യാപിറ്റൽ സി കേട്ടാ. ഇൻ ഒന്നാമത്തെ കോമ്പൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് CH4, സെക്കൻഡ് CHCl3, ഓക്കെ. തേർഡ് വന്നിരിക്കുന്നത് CH3Cl. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ CCl4. ഫിഫ്ത് ക്വസ്റ്റ്യൻ CH2Cl. ഇതാണ് വ്യത്യസ്തമല്ലേ? റിപ്പീറ്റ് സെയിം ആയിട്ടല്ലോ. ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എല്ലാവരും നിങ്ങൾ കോമൺ ആയിട്ട് കാണുന്നത് ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഹൈഡ്രജൻ ക്ലോറിൻ നിങ്ങൾക്ക് അറിയാം, പക്ഷെ കാർബൺ അറിയില്ല. കാർബൺ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോ ഫസ്റ്റ് കോമ്പൗണ്ട് കേട്ടോ സാർ, ഇതാണ് ആദ്യം ചെയ്യുന്നത്. രണ്ട് മാറ്റം നമുക്ക്. ഹൈഡ്രജൻ എന്താണ്? +1, കാർബൺ x. ഓക്കെ. ഹൈഡ്രജൻ എത്ര ഉണ്ട്? ഇവിടെ 4 ഉണ്ട്. അപ്പൊ × 4, ആൻസർ +4. കാർബൺ എത്ര ഉണ്ട്? ഒരെണ്ണം ഉള്ളൂ. × 1, ആൻസർ x. ഇത് രണ്ടും കൂടി കൂട്ടാം. അപ്പൊ x + 4 കണ്ടോ? x + 4 അതെന്തായിരിക്കണം? 0 ആയിരിക്കണം. x = +4, അപ്പുറം പോയാൽ -4. അപ്പൊ ഇവിടെ കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -4 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, വളരെ ഈസി അല്ലേ? അടുത്തത് CHCl3. ഇതാണ് വേണ്ടി അടുത്തത് ചെയ്യാൻ പോകുന്നത്. CHCl3. ഇവിടെ കാർബണിന്റെ C നമുക്കറിയില്ല, x എടുത്തു. പിന്നെ അടുത്ത ആള് ഹൈഡ്രജൻ ആണ്, അതെനിക്കറിയാം +1. ക്ലോറിൻ എനിക്കറിയാം -1. ഓക്കെ. കാർബൺ എത്ര കൊണ്ട്? ഒരെണ്ണം ഉള്ളൂ. × 1 x. ഹൈഡ്രജൻ ഒരെണ്ണം ഉള്ളൂ. അപ്പൊ × 1 +1. ക്ലോറിൻ 3 എണ്ണം ഉണ്ട് കണ്ടോ? Cl3 3 എണ്ണം ഉണ്ട്. സോ × 3 -3. ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ x +1 -3 = 0. This is x +1 -3 = 0. So x -2 = 0. X +2. Clear ആണോ? So here the oxidation number is +2. Here -4, here എന്താണ്? +2. Next is CH3Cl. Okay.
അപ്പൊ കാർബൺ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, എക്സ് ഇൻറ്റു 1 എന്താണ് എക്സ്. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്, ഇവിടെ 3 ഉണ്ട്, സോ +3. ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, സോ -1. എല്ലാം കൂടി ആഡ് ചെയ്യും. x + 3 - 1 = 0, x + 2 = 0, x = -2. നേരത്തെ +2 ആണെങ്കിൽ ഇവിടെ കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -2 ആണ്. ക്ലിയർ ആണോ? +4 CHCl3 +2 അടുത്ത് CH3Cl -2. ചെക്ക് ചെയ്യാൻ സാധിക്കും, നമുക്ക് തെറ്റിപ്പോയല്ലോ. ഓക്കെ, യെസ്. അടുത്ത് നിങ്ങളിപ്പോ ഒരു ഐഡി കിട്ടി കാണാം, സാറേ എനിക്ക് തനിയെ ചെയ്യണമെന്നായതുകൊണ്ട് ചെയ്തോ. CCl4 നോക്കാം, എന്നെക്കാൾ വേഗത്തിൽ ചെയ്തു. കാർബണിന്റെ എക്സ് ആണ്, എത്ര കാർബൺ ഉണ്ട്? ഒരെണ്ണം ഉള്ളൂ, *1, ആൻസർ എക്സ്. ക്ലോറിൻ ആണ്, ക്ലോറിൻ എത്ര? ക്ലോറിന്റെ നെഗറ്റീവ് ചാർജ് -1 ആണ്, എത്ര ക്ലോറിൻ ഉണ്ട്? 4 എണ്ണം, ആൻസർ -. ആഡ് ചെയ്യാം, x - 4 = 0, x -4 +4. ഈസി. ശരിയോ? അപ്പൊ ഇവിടെ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +4 ആണ്. അടുത്തത് ലാസ്റ്റ് വൺ, CH2Cl2. ഇതിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. CH2Cl2 എന്ന് പറയുമ്പോൾ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. കാർബൺ എക്സ് എന്ന് എടുത്തു, ഹൈഡ്രജൻ +1, ക്ലോറിൻ -1. അപ്പോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരെണ്ണം ഉള്ളൂ, അപ്പോൾ എന്താണ് എക്സ്. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി? 2 ഉണ്ട്, 2, അപ്പൊ എന്താണ് +2. ക്ലോറിൻ എത്ര എണ്ണം ഉണ്ട്? അതും 2 ഉണ്ട്, അപ്പൊ എന്താണ് -2. ആഡ് ചെയ്യാം, അപ്പൊ x + 2 - 2 = 0, that is x + 0 = 0, x = 0. അപ്പൊ കാർബണിന്റെ ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ 0 ആണ്. നോക്കി, കാർബൺ വ്യത്യസ്ത കോമ്പൗണ്ടിൽ വ്യത്യസ്ത ഓക്സിഡേഷൻ അവസ്ഥയിൽ കാണിക്കണം. ഇവിടെ 0 കാണിച്ചു, ഇവിടെ +4 കാണിച്ചു, -4 കാണിച്ചു, +2 കാണിച്ചു, -2 കാണിച്ചു. ക്ലിയർ? അപ്പൊ ഞാൻ പറഞ്ഞു കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ആ കോമ്പൗണ്ട് അനുസരിച്ചിട്ട് മാറും. പക്ഷെ കാർബണിന്റെ ബാലൻസ് എനിക്ക് പറയാറുണ്ട്, കാർബണിൽ ലാസ്റ്റിൽ 4 ഇലക്ട്രോൺ ആവണം, 4 ഇലക്ട്രോൺ കൂടി ഉണ്ടെങ്കിൽ കാർബൺ 8 ഇലക്ട്രോൺ ആവും. കാർബൺ ഹാപ്പി ആവും. ഹാപ്പി ആവാൻ എത്ര ഇലക്ട്രോൺ വേണം? അതാണ് വാലൻസി. ഇപ്പൊ കാർബണിന്റെ വാലൻസി സെയിം ആണ്, പക്ഷെ ഓക്സിഡേഷൻ നമ്പർ സെയിം അല്ല. വാലൻസിക്ക് ഈക്വൽ ആയിട്ട് ഓക്സിഡേഷൻ നമ്പർ വരാം, വന്നിട്ടുണ്ട് +4 അല്ലെങ്കിൽ -4. അതിന്റെ അർത്ഥം വാലൻസിയും ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ആണെന്നല്ല. ഓക്സിഡേഷൻ നമ്പർ ഇസ് എ ഡിഫറെന്റ് കൺസെപ്റ്റ്, നോട്ട് വാലൻസ്. ക്ലിയർ? കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ +1 ആൽക്കലി മെറ്റീരിയൽസ് എല്ലാം +1 കാണിക്കുന്നത് ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നതിന്റെ വാലൻസി ഓക്സിഡേഷൻ നമ്പർ സെയിം ആണ്. അതുകൊണ്ട് വാലൻസി അറിയാമെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ അറിയാമെന്ന് പറയരുത്. ഓക്കെ, ഡിഫറെന്റ് കോമ്പൗണ്ട്. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം നിങ്ങൾക്ക് തരുന്നത് FeO, Fe2O3, Fe3O4. ഇതൊന്ന് കണ്ടു നോക്കാം. 3. ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ധൃതി കൂട്ടരുത്, സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് എഴുതി പഠിച്ചു. സാർക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ സ്വന്തമായിട്ട് ചെയ്യാം, വീഡിയോ പോസ്റ്റ് ചെയ്യാം, സ്വന്തമായിട്ട്. എന്നിട്ടൊന്ന് വീഡിയോ പ്ലേ ചെയ്ത് നോക്കി. ഓ, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ, എനിക്ക് കിട്ടിയ ആൻസർ, സന്തോഷമാവില്ലേ? ആവും. അങ്ങനെയാണ് പഠിക്കുന്നത് കേട്ടാ. അപ്പൊ നോക്കാം. FeO, Fe എന്താ? അയൺ. ഓ, രണ്ടാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് Fe2O3. Fe2O3. മൂന്നാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് Fe3O4. Fe3O4. ഇതൊന്നും ചെയ്യാൻ പറ്റും. ഇവിടെ അയേണിന്റെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഫൈൻഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് അയേൺ Fe ഇൻ ദിസ് കോമ്പൗണ്ട്.
ഈ കോമ്പൗണ്ടിലെ അയേണിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ചെയ്തു നോക്കി. ഇപ്പൊ പറഞ്ഞ പോലെ ഓക്സിജൻ നിങ്ങൾക്ക് അറിയാലോ -2. ഓക്കെ, അപ്പൊ എന്നേക്കാൾ മുന്നേ ചെയ്യണം, അതാണ് എന്റെ ആദ്യം. ഓക്കെ, FeO. അപ്പൊ ഇനി മുതൽ സാർ ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസം വേണമെങ്കിൽ ആദ്യത്തെ എക്സാമ്പിൾ ഒന്ന് കണ്ടോ. FeO എന്ന് ഞാൻ എഴുതുന്നു. Feയുടെ ഞാൻ മുകളിൽ എക്സ് എന്ന് ഇടുന്നു, ഇത് -2 എന്ന് ഇടുന്നു. അത് ഞാൻ FeO ഒരെണ്ണല്ലേ ഉള്ളൂ, അപ്പൊ എക്സ് ഇത് ഒരെണ്ണല്ലേ ഉള്ളൂ, പ്ലസ് -2 ഈക്വൽ ടു 0 എന്ന് എഴുതുന്നു. x -2 equal to 0, x is equal to +2. Clear? Yes. അടുത്ത കോമ്പൗണ്ട് Fe2O3. Feയുടെ മീതെ ഞാൻ x എന്ന് ഇടുന്നു, കാരണം എനിക്ക് അറിയില്ല. ഓക്സിജന്റെ മീതെ ഞാൻ -2 എന്ന് ഇടുന്നു. എന്നിട്ട് ഞാൻ ഇത് രണ്ടും കൊടുക്കുന്നു, 2 into x Fe രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പൊ 2x പ്ലസ് 3 into -2. 3 into ഞാൻ മനസ്സിൽ കുടിക്കുകയാണ്, 3 into -2 -6 equal to 0. So 2x -6 equal to 0. 2x is equal to ഈ -6 അപ്പുറം പോയ +6. x is equal to ഈ 2 അപ്പുറം ചെയ്യുന്ന +6/2, that is +3. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ വെച്ചിട്ട് ഈ എക്സിന്റെ കൂടെയുള്ള രണ്ടിനെ കളയാൻ ഇവിടെ 2 ഡിവൈഡ് ചെയ്യും, ഇവിടെ 2 ഡിവൈഡ് ചെയ്യാൻ കിട്ടിപ്പോയി. ദിസ് ബിക്കം +3. അപ്പൊ in this compound Fe is equal to +3. In this compound Fe is equal to +2. What about this? നമ്മൾ കണ്ടോക്കി. Fe3O4. Fe3O4. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ Feയുടെ മീതെ സാർ x എന്ന് എഴുതി, ഓക്സിജന്റെ മീതെ -2 എന്ന് എഴുതി. ഈ 3യും ഈ എക്സും കൂടിയും ഗുണിച്ചു, അപ്പൊ എന്താ 3x പ്ലസ് ഈ 4ഉം -2 കൂടി ഗുണിച്ചു, അപ്പൊ എന്താണ് -8 ഈക്വൽ ടു 0. അപ്പൊ പ്ലസ് മൈനസ് മൈനസ് അല്ലേ. ഓക്കെ, അപ്പൊ 3x - 8 ഈക്വൽ ടു 0. 3x is equal to 8. ഇവിടെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ ഇത് കളയണം. 3/3. 3 get cancel. X is equal to 8/3. ഓക്കെ, എന്താ സാർ ഇവിടെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് ഇത് കളയാൻ വേണ്ടി ഇത് വെച്ചതിനെ താഴെ വേണ്ടത്. അപ്പൊ ഇവിടെ ചെയ്ത് കാര്യം ഇപ്പുറത്ത് പെട്ടെന്ന് ആൻസർ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 3 അപ്പുറത്തേക്ക് കൊണ്ടതായിട്ട് സങ്കല്പിക്കുക. അപ്പൊ x is equal to 8/3. രണ്ടും ശരിയാണ്. Here it is a fraction. മനസ്സിലായോ? Of course it is positive number, but it is fraction, not a whole number. അപ്പൊ നമ്മളവിടെ പഠിച്ചില്ലേ, ഫസ്റ്റ് പോസിറ്റീവ് നമ്പർ വരാം, നെഗറ്റീവ് നമ്പർ വരാം, 0 വരാം. നമ്മൾ നേരത്തെ കണ്ടു, കാർബൺ കേസ് 0, ഫ്രാക്ഷനും വരാം അല്ലെ. ഫ്രാക്ഷൻ മനസ്സിലായോ? Actually, this is known as average oxidation number. If it is fraction, it is known as average oxidation number. ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ ആവറേജ് ഓക്സിഡേഷൻ നമ്പർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ശരിയോ? ക്ലിയറോ? അപ്പൊ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, എന്തുകൊണ്ട് ഇന്ന് അങ്ങനെ വിളിച്ചു വന്നു. Fe3O4 എന്ന് പറയുമ്പോൾ അത് ഉണ്ടായിരിക്കുന്നത് വേറെ വേറെ അയോൺ ചേർന്നത്. ആ ഓരോ അയോണിന്റെയും എന്താണ് ഓക്സിഡേഷൻ നമ്പറിന്റെ ആവറേജ് ആണ് ഈ ഒരു കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു നമ്മൾ അറിയേണ്ട ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല, 10ാം ക്ലാസ് ലെവലിൽ ഇല്ല. അതുകൊണ്ട് അത് വിട്ടേ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇത് ഉണ്ടായിരിക്കുന്നത് വേറെ ഇതിനകത്ത് ഈ Fe എന്ന് പറയുമ്പോൾ ഒരൊറ്റ Fe ആയിട്ട് കാണരുത്, വേറെ വേറെ Feകൾ ചേർന്നിട്ടാണ് അത് ഉണ്ടായിരിക്കുന്നത്. അതായത് വേറെ വേറെ ഓക്സിഡേഷൻ നമ്പറുള്ള Fe +2 +3 ഒക്കെ കാണിക്കും. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും എന്താണ് ആവറേജ് ആണ് നമ്മൾ ഈ ആവറേജ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. ഇനി റെഫറൻസിന് വേണ്ടി നിങ്ങൾ FeOയും Fe2O3 ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ Fe3 ആയി, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്താ O4 ആയി. മനസ്സിലായോ? ഇവിടെ +2 കാണിക്കും, -2 കണ്ടോ. ഇവിടെ Feയുടെ ഓക്സിഡേഷൻ നമ്പർ വെച്ച് ഇവിടെ -6 വരണമെങ്കിൽ ഇവിടെ എന്ത് വരണം, +3 കാണിക്കാം. മനസ്സിലാവുന്നുണ്ടോ പറയാം? ഓക്കെ, അപ്പോ +3 × 2 എത്രയാണ്? 6. ഇവിടെ +2 ദാറ്റ് ഈസ് 8. ഓക്കെ, എത്ര ആറ്റം ഉണ്ട്? അയൺ 2 ഇവിടെ ഒരെണ്ണം, 3 3 ആറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്ത ആവറേജ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സാർ ഒന്ന് പറഞ്ഞെന്നുള്ളൂ.
FeOയും Fe2O3 ചേർന്നാണ് ഇത് ഉണ്ടാവണേ. അപ്പൊ FeOയിലെ Fe വേറെയാണ് +2, Fe2O3യിലെ Fe+3യുമാണ്. ഇതിന്റെ എന്താണ് ഓക്സിഡേഷൻ നമ്പറുകൾ കൂട്ടിയിട്ട് എത്ര Fe ഉണ്ടോ അത്ര Fe കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതും എന്ത് തന്നെയായിരിക്കുള്ളൂ, ഈ കോമ്പൗണ്ടിന്റെ മൊത്തത്തിലുള്ള ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും Feയുടെ. അപ്പൊ അതിനകത്തുള്ള Fe എന്ന് പറഞ്ഞാൽ വേറെ വേറെ സ്ഥലങ്ങളിൽ Fe ആണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. എങ്ങനെ വരുമ്പോ ഫ്രാക്ഷൻ വരുമ്പോ നമ്മൾ അതിനെ ആവറേജ് ഓക്സിഡേഷൻ നമ്പർ വിളിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്സിഡേഷൻ നമ്പർ ഓഫ് പൊട്ടാസ്യം ഇൻ Ki3. പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കാണാം. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ 17ാമത്തെ ഗ്രൂപ്പില് ക്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ, അസ്റ്റാറ്റിൻ ഇവരെല്ലാവരും എന്ത് കാണിക്കും? -1. അപ്പൊ ഐഡിന്റെ നിങ്ങൾക്ക് അറിയാം -1, പൊട്ടാസ്യത്തിന്റെയും നിങ്ങൾക്ക് അറിയാം +1 അല്ലേ? ശരിയല്ലേ? പൊട്ടാസ്യം എത്രയാണ്? +1. അയൺ എത്രയാണ്? ഐഡിൻ എത്രയാണ്? -1. ക്ലിയർ? യെസ്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ശരിയാക്കാൻ പറ്റും? പൊട്ടാസ്യം എപ്പോഴും +1 കാണിക്കും, ഐഡിനാണ് ഇവിടെ വ്യത്യാസപ്പെടുന്നത് അല്ലെ? ഐഡിൻ എത്രയാണ്? -1 ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ബട്ട് ഐഡിന്റെ പോലെ തന്നെ പൊട്ടാസ്യവും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എത്രയാണ്? +1 ആണ്. ബട്ട് ഇങ്ങനൊരു കേസ് വരുമ്പോ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ഒരു കാരണവശാലും വേറെ ഒരു ഓക്സിഡേഷൻ നമ്പർ കാണിക്കില്ല, അത് +1 തന്നെ ഇടാം. ഇവിടെ നിങ്ങൾ X എന്ന് ഇടാം. ക്ലിയർ? യെസ്. അപ്പോ ഇത് പൊട്ടാസ്യം ഒരെണ്ണേ ഉള്ളൂ, അപ്പൊ +1 പ്ലസ് ഇത് 3 3x ഈക്വൽ ടു എന്താണ്? 0. അപ്പൊ 3x is equal to ഈ +1 അപ്പുറം പോയ -1, x is equal to ഈ 3 അപ്പുറം പോയ -1. Again it's a fraction. അപ്പോ ഇത് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ KIയും പ്ലസ് I2 ചേർന്നുണ്ടായത്. I2 നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരേ പോലത്തെ മോളിക്യൂൾ വന്നു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. 0. ഇവിടെ KIയിൽ ഇത് +1ഉം ഇത് -1 ആണ്. അതായത് നമുക്ക് കൂട്ടുമ്പോൾ 0 ആണ്. അപ്പൊ ഈ -1 ഇവിടെയുണ്ട്, 0 ഇവിടെയുണ്ട്, -1 0 കൂട്ടുമ്പോൾ -1. എത്ര ഐഡിൻ ഉണ്ട്? 3 ഐഡിൻ ഡിവൈഡ് ബൈ 3. അത് തന്നെയാണ് ഇത്. ക്ലിയർ? യെസ്. റൂൾ നമ്പർ 3യിലേക്ക് പോവാൻ. എലമെന്റ് ഇൻ ഇറ്റ്സ് എലമെന്ററി ഫോം ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ 0. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. I2 H2 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. I2 H2 Cl2 ഇതിന്റെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് റൂൾ നമ്പർ 3 പറയുന്നത്. സാറിന് നോട്ട് നിങ്ങൾ നോക്കുക. നോട്ട് എങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. അപ്പോൾ നോട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാറിന്റെ ബ്ലോഗിൽ കയറുക. അതിന് താഴെ ഒരു അഡ്രസ് ഉണ്ട്. നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോറി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ വരും. മോറി ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരാം. താഴെയിൽ നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ എൻ്റെ അണ്ടറിൽ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. സോ നിങ്ങൾക്കിവിടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ക്ലിയർ? ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റ് ലോഗിനും പാസ്വേഡും ചോദിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ജനറലായിട്ട് സണ്ണി സാർ നോക്കുക. സണ്ണി സാർ നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേര് കിട്ടും. ഇവിടെ നിങ്ങൾ നമ്പർ കൊടുക്കേണ്ടത് 9747977418. ജസ്റ്റ് ലുക്ക്. ഓക്കെ, 9747977418. അപ്പോൾ ഇത് ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരാറ്. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പാർട്ടിൽ ഏത് പാർട്ടാണ് നമുക്ക് കാണേണ്ടത് ആ പാർട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ അത് പ്ലേ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കേട്ടോ? ഇതിന്റെ താഴെ വാച്ച് ഓൺ യൂട്യൂബും ഡൗൺലോഡ് നോട്ട്സ് ഉണ്ട്. ഡൗൺലോഡ് നോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ നമ്മുടെ നോട്ടുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് നമ്മുടെ ട്യൂഷൻ പോകുന്ന രീതി. ഓക്കെ, അതിന് വരുന്ന ചെലവ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് ഈ 11 മാർച്ച് വരെ നമ്മളിപ്പോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് വെറും 900 മാത്രം, 900 രൂപ മാത്രം. 200 പോലും വരില്ല നിങ്ങൾക്ക് ഒരു മാസം. അപ്പോൾ 900 രൂപ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ കോഴ്സിന് ചേർന്നാൽ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ഇതേപോലത്തുള്ള റെക്കോർഡർ വീഡിയോസ് ഈ പറഞ്ഞ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് കാണാം. സാർ എന്താണോ ഇവിടെ പഠിപ്പിക്കുന്നത് അതിന്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ്, സാർ എഴുതിയ നോട്ട്സ് PDF രൂപത്തിൽ അവിടെ കാണാം. അത് നോക്കി നിങ്ങൾ സ്വയം എഴുതിയെടുക്കണം. ഒരാളുടെ നോട്ട് അങ്ങനെ തന്നെ പ്രിന്റ് എടുത്ത് പഠിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? അത് നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് പ്രൈവറ്റ് ആയിട്ടായിരിക്കും അയച്ചു തരുന്നത് നിങ്ങളുടെ
ഇമെയിലിൽ അത് വരും. സോ നിങ്ങൾ എങ്ങും പോകേണ്ട ആവശ്യമില്ല, ഇമെയിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ആ വീഡിയോ ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആവും. അപ്പൊ 3 രീതിയിലാണ് നമ്മുടെ ട്യൂഷൻ പോകുന്നത്. ഒന്ന്, എല്ലാ ദിവസവും ഒരു 7:30 മണിയാകുമ്പോഴത്തേക്കും സാർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ലൈവായിട്ട് പ്രീമിയർ ചെയ്യും. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബായി നിൽക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് അത് കാണാം. ഉദാഹരണം, 7:30 മുതൽ 8:30 വരെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ. കൃത്യം 8:30 ആയി കഴിയുമ്പോൾ ആ വീഡിയോ ഓഫായി പോകും. ക്ലിയർ ആണോ? യെസ്. പിന്നീട് ആ വീഡിയോ ആർക്കേ കാണാൻ പറ്റുള്ളൂ? ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തവർക്ക് കാണാൻ പറ്റുള്ളൂ. സാർ അവർക്ക് അത് അയച്ചു കൊടുക്കും. പിന്നീട് ആ വീഡിയോ ഒരിക്കലും പബ്ലിക്കിന് കാണാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ രീതി. അപ്പൊ സാറ് ഫ്രീ ആയിട്ട് പഠിക്കും. ഫ്രീ ആണ്. നിങ്ങൾ കൃത്യമായിട്ട് ഈ ചാനൽ ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക, ഡെയിലി വന്ന് ഒന്ന് നോക്കാം ഇവിടെ ഏതെങ്കിലും വീഡിയോ സാർ ഇന്ന് വൈകുന്നേരം ലൈവ് ചെയ്യാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടോ. ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുക, കറക്റ്റ് ആ ടൈമിൽ വരാം, കാണുക, പഠിക്കുക. ഒറ്റ പൈസ ഉണ്ടായിരുന്നു. ബട്ട് ആ ടൈമിൽ വന്നില്ല, കാണാൻ പറ്റിയില്ല, മിസ്സായാൽ മിസ്സായി, പിന്നെ കിട്ടില്ല. ഓക്കെ. ഇനി വേറെ ഓപ്ഷൻ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് കാണുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ സാറ് പറഞ്ഞ പോലെ കെമിസ്ട്രിക്ക് ആണെങ്കിൽ 900 ആണ് ആദ്യത്തെ 100 പേർക്ക്. 100 പേർക്ക് മാത്രമേ സാർ ഓൺലൈൻ ട്യൂഷൻ ചെയ്യുന്നുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാർക്ക് ചെയ്യില്ല. കാരണം ഇത് അവർക്ക് അയച്ചു കൊടുക്കാനോ അവരുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പൈസ ഒന്നും വേണ്ട, 100 പേർക്ക് മതി. ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം 150 സബ്സ്ക്രൈബേഴ്സ് ഈ 2 മാസം കൊണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് ഈ കൗണ്ട് നമ്പർ കയറിപ്പോകും. 100 പേര് കൂടുതൽ യൂട്യൂബ് അലോ ചെയ്യില്ല ഷെയർ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് 100 പേരിൽ പെടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇപ്പൊ തന്നെ 1-2 പേര് ചേർന്നിട്ടുണ്ട്. അപ്പൊ അവർക്കുള്ള ഡെമോ വീഡിയോ കൂടിയാണ്. അപ്പൊ 100 റുപ്പീസാണ്, 100 പേർക്കാണ് അത് നമ്മൾ ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു ഓപ്ഷൻ, മൂന്നാമത്തെ പറഞ്ഞാൽ മെമ്പേഴ്സ് ആണ്. അതായത് ഈ ചാനലിൽ നിങ്ങൾ നോക്കുമ്പോൾ ജോയിൻ എന്നൊരു ബട്ടൺ ആണ്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് ഉപയോഗിച്ചിട്ട് 300 രൂപ കൊടുത്തുകൊണ്ട് 1 മാസത്തെ മെമ്പർഷിപ്പ് എടുക്കാം. അപ്പൊ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാം മെമ്പേഴ്സ്. ബട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട്, മെമ്പർഷിപ്പിലുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിന് ഫിക്സ്ഡ് പീരീഡ് ഒന്നുമില്ല. ഓക്കെ. അപ്പോ വേറൊരു ബെനിഫിറ്റ്, സാർ ഇപ്പൊ 7:30 ലൈവ് അപ്ലോഡ് ചെയ്തിട്ടു. അതായത് ഇന്ന് രാവിലെ 6 മണിക്ക് ഞാനൊരു വീഡിയോ ഇട്ട് വെച്ചു, വൈകുന്നേരം 7:30 ലൈവ് ആകുന്നത്. ഓക്കെ. അത് 7:30 ആർക്ക് മാത്രം കാണാൻ പറ്റുള്ളൂ? പബ്ലിക്കിന് കാണാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ചേർന്നവർക്ക് അപ്പൊ വന്നാൽ അവർക്കും കാണാൻ പറ്റും. അതിന് മുന്നേ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? സാറിന് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. ബട്ട് മെമ്പേഴ്സിന് കാണാൻ പറ്റും, ഇവർക്ക് കാണാൻ പറ്റും. അപ്പൊ ഏർലി അസസ് ആണ് മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഒരു ബെനിഫിറ്റ്. നേരത്തെ കാണാൻ പറ്റും ആ വീഡിയോ. ഓക്കെ. അപ്പൊ ഇതിപ്പോ ഈ വീഡിയോ ഞാൻ 6 മണിക്ക് അപ്ലോഡ് ചെയ്തിട്ട് 7:30 ലൈവ് ഇട്ടാൽ ഈ 6 മണി തുടങ്ങി 7:30 ഉള്ള ഏത് ടൈമിലും ഈ മെമ്പേഴ്സിന് ഇത് കാണാം, അല്ലെങ്കിൽ അവർക്ക് ലൈവിലും വന്ന് കാണാം. പക്ഷെ അതിനുശേഷം അവർക്ക് കാണാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ ഓൺലൈൻ ട്യൂഷൻ ചേർന്ന കുട്ടികൾക്കായിരിക്കും അത് അയച്ചു കൊടുക്കുക. അവരത് കണ്ടതിന് ശേഷം വീണ്ടും നമ്മളത് മെമ്പർഷിപ്പിലേക്ക് മാറ്റും. അപ്പോ മെമ്പേഴ്സിന് കാണാം. ഓക്കെ. അപ്പൊ വീണ്ടും ഈ ഓൺലൈൻ ട്യൂഷൻകാർക്ക് റിവിഷന്റെ സമയത്ത് വേണമെന്ന് പറയുമ്പോൾ ഇത് വീണ്ടും അവർക്ക് തന്നെ എന്ത് ചെയ്യും? ഷെയർ ചെയ്തു കൊടുക്കും. മനസ്സിലായോ? അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ വീഡിയോ ആവശ്യപ്പെടാം. അതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടും സാറിനോട് ഡയറക്റ്റ് ചോദിക്കാം. ഈ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ പറയും സാർ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം. നിങ്ങൾ സൈഡിൽ കാണുന്നു, അതുപോലെ നിങ്ങൾ എഡിപ്പോർട്ട് കാണുന്നു. ഇവരെല്ലാവരും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ ട്യൂഷൻ ചെയ്യുന്നില്ല. കാരണം അന്നായിട്ട് നിലനിൽപ്പുണ്ട്. അപ്പൊ സാർ ഈ വീഡിയോ ചെയ്യുന്നതിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൊക്കെ ഒത്തിരി എക്സ്പെൻസ് സാറിനും വരും. അപ്പൊ അതെല്ലാം മീറ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വരുമാന രീതി കിട്ടിയാലേ പറ്റും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ നന്നായി സബ്സ്ക്രൈബ് ചെയ്ത് നല്ല സബ്സ്ക്രിപ്ഷൻ തന്ന് നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ വീഡിയോ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ നിങ്ങൾ അതിന് സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എല്ലാ കൂട്ടുകാരോടും പറയാം, എല്ലാ ദിവസവും 7:30 വന്നു കഴിഞ്ഞാൽ ഈ ചാനലിൽ ഒരു വീഡിയോ എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ മാത്സ്. ഓക്കെ. മാത്സിനാണ് ചേർന്നതെങ്കിൽ 1000 രൂപയാണ് ഒരു വർഷത്തേക്ക് ഫീസ് വരുന്നത്. ക്ലിയർ? യെസ്. അപ്പൊ മാത്സിനും കെമിസ്ട്രിക്കും കൂടിയാണ് ഇപ്പൊ കുട്ടികൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. കാരണം ഇനി വരുന്ന മാത്സ് എന്നൊക്കെ പറഞ്ഞ ട്രിഗണോമെട്രി ഇച്ചിരി ടഫൊക്കെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ രീതി. അപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റ് കണ്ടു, എങ്ങനെയാണോ അത് പോണെന്നൊക്കെ കണ്ടു. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. ഓക്കെ. ഞാൻ ഇത്ര സമയം എടുത്തത് ഒരു ഡെമോ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ്. സാധാരണ ഇത്തരം ക്ലാസ്സുകളിൽ ഇത്രയും സമയം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീഡിയോ കണ്ട് പഠിക്കാൻ വന്നവരാണ്. നമുക്ക് ബാക്കി പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ. അപ്പോ എന്താണ് പറഞ്ഞു വന്നത്? റൂൾ നമ്പർ 4, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ +1 ആണ്. ചില സമയങ്ങളിൽ അത് -1 ആവാം. അതൊക്കെ സാറിന്റെ നോട്ടിലുണ്ട്. അടുത്ത റൂൾ നമ്പർ 5 ആയിട്ട് സാർ എഴുതി വെച്ചത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ -2. ഓക്സിജൻ എപ്പോഴും -1, ബട്ട് ഓക്സിജൻ പെറോക്സൈഡിൽ -1 ആണ്.
ഓക്സിജന്റെ കേസ് ഒന്ന് സെപ്പറേറ്റ് പഠിക്കാം, -2 ആണ്. ബട്ട് പെറോക്സൈഡിൽ വരുമ്പോൾ -1 ആണ്. പെറോക്സൈഡ് എന്ന് പറഞ്ഞ ഉദാഹരണം നമുക്ക് നോക്കാം. Na2O2 H2O2 Na2O2 H2O2 ഈ രണ്ട് കേസ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം Na2O2. ഇവിടെ സോഡിയത്തിന്റെ സാറ് പറഞ്ഞു സോഡിയം വന്ന് പിന്നെ ഒന്നും നോക്കണ്ട, സോഡിയത്തിന്റെ +1 ഓക്സിജന്റെ നമുക്ക് അറിയില്ല X. ഓക്കെ, അപ്പൊ സോഡിയം 2 അല്ലേ, 2 × +1 +2 പ്ലസ് 2 × X 2X = 0. സോ 2X = ഈ രണ്ടപ്പുറത്തേക്ക് പോയാൽ -2, 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ X = കണ്ടോ. അപ്പൊ ഇത്ര നേരം നമ്മൾ പഠിച്ചത് ഓക്സിജന്റെ -2 എന്നല്ലേ. ബട്ട് ഇൻ കേസ് ഓഫ് പെറോക്സൈഡ് ഇൻ ദിസ് കോമ്പൗണ്ട് ഓക്സിജന്റെ -1 ആണ്. അടുത്ത ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. അപ്പൊ H2O2 ഹൈഡ്രജന്റെ +1. ഓക്കെ, അപ്പൊ 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പൊ +2 പ്ലസ് ഓക്സിജന്റെ X 2 ഓക്സിജൻ ഉണ്ട്, അപ്പൊ 2X = 0. ഇതുപോലെ തന്നെ വരും കണ്ടോ. അപ്പൊ X എന്താണ് -1. അപ്പൊ ഓക്സിജന്റെ കേസ് സെപ്പറേറ്റ് പഠിക്കണം. അത് നമ്മുടെ നോട്ടിൽ നമ്മൾ റൂൾ നമ്പർ 5 കിടപ്പുണ്ട്. നിങ്ങൾ നോട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പൊ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് താഴെ പോകാൻ നമ്മുടെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. സാറ് പറഞ്ഞ പോലെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ അടിച്ച് നോട്ട് ഓപ്പൺ ചെയ്ത് നോക്കി. അതിനകത്ത് റൂൾ നമ്പർ 5 ഇത് കിടപ്പുണ്ട്. ഓക്കെ, യെസ്. ബട്ട് ഇൻ ഓക്സിഫ്ലൂറൈഡ് അത് +2 +1 വരും. ഇത്രയും ഒരു സാർ -2 എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ മാറ്റി പറയണേ? യെസ്, +2 +1 കാണിക്കുന്ന സാഹചര്യങ്ങൾ കൂടി ഓക്സിജൻ ഉണ്ട്. അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ചോദിക്കൂല. ബട്ട് ഇത് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് പഠിക്കാനാ? ഒന്ന് നോക്കിയേ, OF2 അതിൽ ഫ്ലൂറിൻ എപ്പോഴും -1 ആണ്. ഓക്സിജൻ ആണ് നമുക്ക് അറിയാൻ പാടാത്തത്. ഓക്കെ, ഓക്സിജൻ ഒരെണ്ണേ ഉള്ളൂ, X പ്ലസ് ഫ്ലൂറിൻ -1 അല്ലേ, -1 × 2 -2 കൂട്ടുമ്പോൾ 0 ഇടണം. അപ്പൊ X - 2 = 0 ഇടണം. X എന്തായിരിക്കും? +2. കണ്ടോ, ഓക്സിജനിൽ എന്താണ് ഓക്സിഫ്ലൂറൈഡ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഫ്ലൂറൈഡ്. ഓക്കെ, ഓക്സിഫ്ലൂറൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഫ്ലൂറിൻ തമ്മിലുള്ള കോമ്പൗണ്ടുകൾ. മറ്റൊരു എക്സാമ്പിൾ O2F2 നോക്കാം. ഇവിടെ -1, ഇവിടെ നമുക്ക് X കൊടുക്കാം. 2 ഉണ്ട്, അപ്പൊ 2X പ്ലസ് ഇത് 2 ഉണ്ട്, അപ്പൊ 2 × -1 -2 ആഡ് ചെയ്യുമ്പോൾ 0. സോ 2X = -2 അപ്പുറം ചെന്നാൽ +2, X = 2 അപ്പുറം ചെന്നാൽ 2/2, X = 1 +1. അപ്പൊ നോക്കിയേ, +1 കാണിക്കുന്നത്, +2 കാണിക്കുന്നത്, -2 കാണിക്കുന്നത്, -1 കാണിക്കുന്നത്. എന്താ, ബട്ട് മോസ്റ്റ് കോമൺലി -2. നിങ്ങൾക്ക് -2 വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലും ചോദിക്കും. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ സാറ് കാണിച്ചത് ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയഡിനൊക്കെയാണ്. ഇവരെക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആളുകളുമായിട്ട് ഇവരെന്താണ് ബോണ്ടിങ്ങിൽ വന്നു കഴിഞ്ഞാൽ +1 മുതൽ +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ നോക്കാം. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് എടുക്കാം. ഇവിടെ സാർ ഇതുമ്പോ തന്നെ എഴുതിക്കോട്ടെ, നോക്കിക്കോളൂ. ഓക്സിജന്റെ -2 ഇത് X, അപ്പൊ 2X 2X -2 = 0. 2X = 2, X = 2/2, that is +1. കണ്ടാ, അപ്പൊ ഇവിടെ കാണിക്കുന്നത് എന്താണ്? +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അല്ലേ, ഇവിടെ വരുമ്പോ ഓക്സിജൻ -2 ഇത് X, 2X ഉണ്ട്. സോ 2X പ്ലസ് 3 × 2 -6 = 0. സോ 2X = ഈ -6 അപ്പുറം പോയാൽ +6, 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ X = 3 +3. അപ്പൊ ഇവിടെ കാണിക്കുന്നത് ക്ലോറിൻ +3 ആണ്. നമ്മൾ പഠിച്ചിട്ട് -1 ആണല്ലോ, പക്ഷെ ഇവിടെയൊക്കെ +3 ആണ്. ഇനി ഈ കേസിൽ നോക്കാം. ClO2 BrO2. ആദ്യം ClO2 ചെയ്യാം. ClO2. ഓക്കെ, ക്ലോറിന്റെ X, ഓക്സിജന്റെ -2. അപ്പൊ ഒരു X 2 × 2 4 -4 = 0. X = +4. ആണോ. അടുത്ത് BrO2. ഓക്സിജന്റെ -2, ബ്രോമിന്റെ X, അപ്പൊ X ഈ 2 ഉണ്ട്, -2 -2 -4 = 0. X = +4. ആണോ. ഇനി I2O5 ഓക്സിജന്റെ -2 ഇത് X, അപ്പൊ 2 ഉണ്ട്, 2 × X 2X പ്ലസ് 5 × -2 -10 = 0. സോ 2X = +10, X = 10/2 5 +5. അടുത്തത് Cl2O6 ഇത് X എടുക്കാം, ഇത് -2 × 6 -12, 2 × X 2X
2x minus 12 equal to 0. 2x is equal to 12. അപ്പൊ 2h ഡിവൈഡ് ചെയ്യുക, x is equal to plus 6 ആണ്. അടുത്ത കേസ് വരുമ്പോൾ Cl2O7 ആണ്. Cl2O7. So this is minus 2. This is x. 2 into x 2x. 7 into minus 2 minus 14 is equal to 0. So 2x is equal to 14. 2h ഡിവൈഡ് ചെയ്യുക, x is equal to plus 7. സോ ഇതൊക്കെ എക്സ്പ്രഷണൽ കേസാണ് മക്കളെ. അതായത് ജനറൽ ആയിട്ട് എപ്പോഴും സംഭവിക്കുന്ന കേസുകളല്ല. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ മനസ്സിലാക്കണം, ഓക്സിഡേഷൻ എന്നുള്ള എപ്പോഴും മനസ്സിലാണ്, അങ്ങനെയല്ല. അത് ഡിപ്പെൻസ് ഓൺ ദ കോമ്പൗണ്ട് അനുസരിച്ചിരിക്കും. ക്ലിയർ? അടുത്ത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് മോണോ അറ്റോമിക്, റൂൾ നമ്പർ 7 നമ്മളൊക്കെ പറയണത് മോണോ അറ്റോമിക്. അതായത് അയോൺസ് ആണ്. ഉദാഹരണം സോഡിയം പ്ലസ് ക്ലോറിൻ മൈനസ്. ഇങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താണോ ആ ചാർജ് അതാണ് അവരുടെ ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +1, ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ -. മോണോ അറ്റോമിക്, ഒരു അറ്റം ഉണ്ടാവും. ഓക്കെ, ഈ റൂൾ നമ്പർ 8 ലാസ്റ്റ് റൂളാണ് നമ്മുടെ എന്താണ്, പോളി അറ്റോമിക് അയോൺസ്. പോളി അറ്റോമിക് അയോൺസ് ആണെങ്കിൽ എന്തായിരിക്കും, സം ഓഫ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ദി അറ്റോംസ്. നോക്കാം നമുക്ക്. Cl ഒരു എക്സാമ്പിൾ നോക്കാം. പോളി അറ്റോമിക്. പോളി എന്ന വാക്ക് നിങ്ങൾ പോളിമേഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഒന്ന് കൂടുതലുണ്ടാവും അർത്ഥത്തിലാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. SO4 എന്താണ്, 2-. ഓക്കെ, SO4 2-. ഇങ്ങനെ പരീക്ഷിക്കുന്നത് അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ. ക്ലിയർ ആണല്ലോ? അപ്പൊ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ സാധാരണ പോലെ x എന്ന് എടുക്കും. ഈ മൊത്തം കോമ്പൗണ്ടിന്റെ, ശ്രദ്ധിക്കണം ചോദ്യം ഇങ്ങനെയാണ്, മൊത്തം കോമ്പൗണ്ടിന്റെ -2 ആണ്. SO4 2-. -2 എന്ന് കാണിക്കാം, അല്ലെങ്കിൽ 2- എന്ന് കാണിക്കാം, രണ്ട് ശരിയാണ്. തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിൽ -2 കാണിക്കാം. ഈ -2 എന്ന് പറയുന്നത് കോമ്പൗണ്ടിന്റെ മൊത്തത്തിലുള്ള ചാർജ് ആണ്. അപ്പൊ ഇനി നിങ്ങൾ സം ഈക്വൽ ടു 0 എന്ന് എടുക്കരുത്. ഇവർ രണ്ടുപേരുടെയും ഓക്സിഡേഷൻ നമ്പർ കൂട്ടുമ്പോൾ -2 കിട്ടും. മനസ്സിലായോ? അതാണ് അതിന്റെ തീയതി. ഇവർ രണ്ടുപേരുടെയും ഓക്സിഡേഷൻ നമ്പർ സെപ്പറേറ്റ് കണ്ട് കൂട്ടുമ്പോൾ ഫൈനലി 0 അല്ല കിട്ടുന്നത്, -2 കിട്ടുന്നത്. ഓക്കെ, സാർ എസിന് x എന്ന് എടുത്തു, ഓക്കെ -2 ചെയ്യാലോ. എസിന് x ആണ്, അപ്പൊ x പ്ലസ് -2 into 4 -8 ഈക്വൽ ടു 0 അല്ല, 0 അല്ല, പിന്നെന്താണ് ഇതെടുക്കണം -2. ക്ലിയർ? അപ്പോ x is equal to -8 അപ്പുറത്തേക്ക് പോയാൽ -2 + 8, x is equal to +6. മനസ്സിലായോ? അപ്പൊ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +6 ആണ്. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പൊ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് അത് തിയറി പറയുന്നത്? പോളി അറ്റോമിക് അയോൺസിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് സം ഓഫ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ ഇൻഡിവിജ്വൽ ആറ്റം ആയി. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് എക്സാമ്പിൾ നോക്കാം. ClO3 നോട്ട് മാത്രം നോക്കി പഠിക്കാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറെ കാര്യങ്ങൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. അപ്പൊ അത് നോട്ടിൽ ഉണ്ടാവില്ല. നോട്ടിൽ നമ്മൾ അതിന്റെ ഷോർട്ട് ആയിട്ടുള്ള ഫോം ആയിരിക്കും. ClO3 ഒന്ന് കണ്ടുപിടിക്കും. അതിനകത്ത് ക്ലോറിന്റെ കണ്ടുപിടിക്കും, ഓക്സിജന്റെ -2. ഓക്കെ, ഈ ClO3യുടെ ചാർജ് എന്ന് പറയുന്നത് -1 ആണ്. സാറിയിട്ടില്ല, സോറി. ClO3യുടെ ചാർജ് -1. ഇതാണ് ചോദ്യം. ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ. ക്ലോറിന്റെ x എടുത്തു, ഓക്സിജന്റെ -2 എടുത്തു. ക്ലോറിൻ ഒരെണ്ണം x, ഓക്സിജൻ 3 ഉണ്ട്, -2 into 3 -6 ഈക്വൽ ടു 0 അല്ല എടുക്കേണ്ടത്, ഈ ഒരു ചാർജ് -1. സോ x is equal to -6 അപ്പുറത്തേക്ക് പോയാൽ -1 + 6, x is equal to +5. ഓക്കെ, അടുത്തത് PO4 3-. അതൊന്ന് ചെയ്തു. PO4 3-. ഇങ്ങനെ പറഞ്ഞാൽ
ഫോസ്ഫറസിന് കണ്ടുപിടിക്കാം. ഓക്സിജൻ നമുക്കറിയാം. ഫോസ്ഫറസിന്റെ എക്സ് ഇട്ടു, ഓക്സിജന്റെ -2 ഇട്ടു. ദിസ് ഈസ് എക്സ് പ്ലസ് -2 into 4 -8 equal to this one -3. ഓക്കെ, അപ്പോ എക്സ് is equal to ഈ -8 അപ്പുറത്തേക്ക് പോയാൽ -3 + 8. എക്സ് is equal to എത്ര വരാം? 5 + 5. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് Fe. Fe എന്ന് പറഞ്ഞാൽ അയൺ ആണ്. FeCl2 FeCl3. അത് രണ്ടിലും എഴുതാം. തനിയൊന്ന് ചെയ്തേ. FeCl2 and FeCl3. Find the oxidation number. Find the oxidation number of Fe in FeCl2 and FeCl3. ഒന്ന് കണ്ടുപിടിക്കാം. ക്ലിയർ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഠിച്ചില്ലേ? സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്ത് നോക്കിയേ. FeCl2 ഇവിടെ എക്സ് എന്ന് എടുക്കുക, ക്ലോറിൻ എന്താ എടുക്കുക പറഞ്ഞാൽ -1. എക്സ് രണ്ടെണ്ണം ഉണ്ട്, അപ്പൊ എന്താ -2 = 0 എന്ന് എടുക്കണം. സോ എക്സ് = -2 അപ്പുറം ചെന്നാൽ +2. കിട്ടിയല്ലോ? കിട്ടി. ഇനി അടുത്ത കോമ്പൗണ്ട് FeCl3. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നോ? വേഗം ചെയ്തോ കേട്ടോ, എല്ലാക്കാളും സ്പീഡിൽ ചെയ്യാം. This is x, this is -1. x 3 ഉണ്ട്, -3 = 0. x = -3 അപ്പുറം ചെന്നു +3. ക്ലിയർ ആണോ? അപ്പൊ Fe എന്ന് പറയുന്നത് ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അത് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 കാണിക്കുന്നു, വേറൊരു കോമ്പൗണ്ടിൽ +3 കാണിക്കുന്നു. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. എന്ത് ചോദിക്കും? ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്തുകൊണ്ടാണ് വേറെ വേറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? അത് നമ്മൾ അതിനകത്തേക്കാണ് വരുന്നത്. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കണം. എന്തുകൊണ്ടാണ് ആ ചോദ്യത്തിന് ഉത്തരവ് എഴുതാം. അതാണ് നമ്മൾ ലാസ്റ്റിലേക്ക് വരുന്നത്. അത് പഠിക്കാനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത്. ഒരു കാരണവശാലും നമുക്ക് എന്ത് കോമ്പൗണ്ട് തെറ്റാൻ പാടില്ല. ഓപ്ഷൻ നമ്പർ ഫുൾ മാർക്ക് നിങ്ങൾ വാങ്ങിക്കും. ഓക്കെ, ഇപ്പൊ സെറ്റ് ആണല്ലോ, ഒരു ധൈര്യം കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് V in V2O5. അതൊന്ന് കണ്ടുപിടിക്കാം. V2O5. V എന്താണ്? വനേഡിയം പെൻഡോക്സൈഡ്. നിങ്ങൾ ഇനി ഒരു സ്ഥലത്ത് അത് പഠിക്കും കേട്ടാ. ഒരു സ്ഥലത്ത് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് വരുന്ന ഒരാളാണ് വനേഡിയം പെൻഡോക്സൈഡ്. അതുകൊണ്ടാണ് സാർ അതെടുത്തത്. എന്നിട്ട് വനേഡിയത്തിന്റെ കണ്ടുപിടിക്കും. സ്വന്തമായിട്ട് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് നോട്ട് നോക്കുന്നത് എന്തായിരിക്കും? എക്സ്, അപ്പൊ 2 ഉണ്ട്, 2x -2, 5 ഉണ്ട്, -10 = 0. So 2x is equal to 10, x is equal to 10/2, x is equal to +5. Okay, എല്ലാവരും ശരിയായ? ഓക്കെ, വെരി ഗുഡ്. ഇനിയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ. ഇത്രയും കപ്പാസിറ്റി കിട്ടിയ സ്ഥിതിക്ക് ടെക്സ്റ്റ് ബുക്കിൽ പോവാ. മാഗ്നീസിന്റെ ഒരു 4 കോമ്പൗണ്ട് കൊടുക്കണം. അതിന്റെ മാഗ്നീസിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ആണ്. വെരി ഈസി. ഇത് മനസ്സിലാക്കി കിട്ടിയ വെരി ഈസി, സിമ്പിൾ. നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ മാഗ്നീസ് Mn ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഓക്കെ, നിങ്ങൾ സ്കൂളിലൊക്കെ എടുത്തതാണ്, എന്നാലും ഇപ്പൊ തനിയെ ചെയ്ത് നോക്കും. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ ആയി കാണുമല്ലോ. നോക്കാം. MnCl2, അടുത്തത് MnO2, അതിന്റെ അടുത്തത് Mn2O3, അതിന്റെ അടുത്തത് എന്താണ്? Mn2O7. ഇതിന്റെ എല്ലാത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ ഏതാണെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഓരോന്ന് നോക്കാം അല്ലെ. ചെയ്യോ? ഒന്നാമത്തത് MnCl2. ക്ലോറിന്റെ -1 എക്സ് ആയിട്ട് എടുക്കുക. ഒരു എക്സേ ഉള്ളൂ, എക്സ് +2 2 × -1 അപ്പൊ -2 = 0. അപ്പോ എക്സ് is equal to ഈ -2 പുറത്തേക്ക് വന്ന +2. കണ്ടോ? ഇവിടെ വരുമ്പോൾ എക്സ് ആയിട്ട് എടുക്കുക, ഇത് -2. ദാറ്റ് ഇംപ്ലൈസ് ഒരു എക്സേ ഉള്ളൂ, +2 × 2 -4 = 0. -4 പുറത്തേക്ക് എടുക്കുക. അപ്പൊ എന്താവും? എക്സ് is equal to
+4. അടുത്തെടുക്കുമ്പോൾ ഇവിടെ എക്സ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ 2 ഉണ്ട്. അപ്പൊ 2 × x 2x. ഇവിടെ -2 3 -2 × 3 -6 = 0. ഓക്കെ, -6 അപ്പുറത്ത് എടുക്കുമ്പോൾ 2x = 6. 2 രണ്ടുപേരും ഡിവൈഡ് ചെയ്യാം +3. ഓക്കെ, അടുത്തത് ഇവിടെ എടുക്കുമ്പോൾ ദിസ് ഈസ് x -2 2 2 × x 2x. 7 × -2 -14 = 0. അപ്പോ 2x -14 പുറത്ത് എടുക്കുമ്പോൾ +14. രണ്ടുപേരെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 2 ഗെറ്റ് ക്യാൻസൽ. +7. അപ്പൊ മാംഗനീസ് കാണിക്കാം കേട്ടോ. +2 മുതൽ +7 വരെ വ്യത്യസ്ത ഏറ്റവും കൂടുതൽ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് മാംഗനീസ് ആണ്. മനസ്സിലായോ? അങ്ങനെ ഡീബോക്ക് എലമെന്റ്സ് എല്ലാം വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ്. എന്തുകൊണ്ട്? ഇതാണ് പരീക്ഷ ചോദിക്കുന്ന ഒരു ചോദ്യം. വൈ? കാരണം ഇത്രയേ ഉള്ളൂ. ഡീബോക്ക് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ 2 സബ്ഷെൽ എടുത്താൽ ഒന്ന് എസും ഒന്ന് ഡിയുമാണ്. 3D ഫോറസ്റ്റ് പഠിച്ചില്ലേ? ഓക്കെ, അതിനകത്ത് ഇവർ തമ്മിലുള്ള ആ ഒരു എനർജി ഗ്യാപ്പ് വളരെ സ്മോൾ ആണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ആ പോയിന്റ് എഴുതി മാർക്ക് ചെയ്തില്ല. എന്താണ് പോയിന്റ്? എസും ഡിയും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ഇസ് വെരി സ്മോൾ. അപ്പൊ എസിലെ ഇലക്ട്രോൺസ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും, കെമിക്കൽ റിയാക്ഷൻ ഏർപ്പെടുന്നത് പോലെ തന്നെ ഡിയിലെ ഇലക്ട്രോൺസും ഏർപ്പെടും. ഇതാണ് റീസൺ. ആദ്യം നമ്മൾ ഈ കൺസെപ്റ്റ് ഐഡിയ മനസ്സിലാക്കും. അതായത് ലാസ്റ്റ് ഷെല്ലിന്റെ എസും ഡിയും തൊട്ടടുത്ത കിടക്കും. അതുകൊണ്ട് അവര് തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കുറവായതുകൊണ്ട് എസിലെ ഇലക്ട്രോണുകളോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന്റെ ഒപ്പം തന്നെയോ അതിനുശേഷമോ ഡിയിലെ ഇലക്ട്രോൺസും കൂടി കെമിക്കൽ റിയാക്ഷൻസിൽ ഏർപ്പെടും, ലോസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ലാസ്റ്റ് ഷെൽ എന്താണ്? ഫോറസ് ആണ്. അതിന് മുന്നേ എന്ത് വരുന്നത്? 3D. അപ്പൊ ഫോറസ്റ്റിലെ ഇലക്ട്രോൺസ് കെമിക്കൽ റിയാക്ഷനിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ 3Dയിലെയും കൂടി ഇലക്ട്രോൺ വേണമെങ്കിൽ റിയാക്ഷനിൽ പങ്കെടുക്കും. കിട്ടിയല്ലോ? യെസ്. അതായത് ഇപ്പൊ നമുക്ക് മാംഗനീസിന്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ മാംഗനീസ് എന്താണ്? മാംഗനീസ് അറ്റോമിക് നമ്പർ 25 അല്ലെ? 1s2 2s2 2p6 3s2 3p 6 4s2 3d. എത്ര വരുമ്പോ 2 2 4 6 10 12 18 20 3d5. മനസ്സിലായോ? ഇതിനകത്ത് 4s2 2 ഇലക്ട്രോൺ ആണ് രാസപ്രവർത്തനത്തിൽ പോകണമെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇത് വരും. എന്നാൽ 4s2 2 ഇലക്ട്രോൺ പോയി 3d ഒരാളും കൂടി പോയി കഴിഞ്ഞാൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്താ 3d ഒരാളും കൂടി പോയി കഴിഞ്ഞാൽ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ അങ്ങനെ വേണം നമ്മൾ അതിനെ മനസ്സിലാക്കിയെടുക്കാൻ. ക്ലിയർ ആണല്ലോ? യെസ് യെസ്. അപ്പോ 4s ലാസ്റ്റ് സബ്ഷെല്ലും അതിന് തൊട്ട് മുന്നേ ഉള്ള 3d എന്ന് പറയുന്നത് തൊട്ട് മുന്നേ എന്ന അർത്ഥത്തില് പെനൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ ഒരു വാക്കാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെ ഉപയോഗിച്ച് ഒരു ആൻസർ പറയാം. മനസ്സിലായോ? സോ ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ലാസ്റ്റ് സബ്ഷെൽ എസ് ആൻഡ് ഡി സബ്ഷെൽ ഇസ് വെരി സ്മോൾ. ദാറ്റ് ഇസ് വൺ ഓഫ് ദ പോയിന്റ്. Therefore, എന്താണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇലക്ട്രോൺ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻസ് ഫ്രോം ബോത്ത് ദി സബ്ഷെൽസ്. മനസ്സിലായോ? എസ് ആൻഡ് പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ എന്ന് പറഞ്ഞാൽ എസ് തൊട്ട് മുന്നേ ഉള്ളത്. യെസ്. അപ്പൊ ജസ്റ്റ് സാർ ഒരു ടേബിൾ വരച്ച് കാണിച്ചു തരാം എന്തൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന ആൾക്കാർ കാണിക്കണേന്ന്. വളരെ രസമാണ് ആ ടേബിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കാൻഡിയം മുതൽ എഴുതാം. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, സ്കാൻഡിയം 21, ക്രോമിയം, മാംഗനീസ്, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. എല്ലാവരും വന്നില്ലേ? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ ഇട്ടില്ല സാർ, സോറി. മാംഗനീസ് അയൺ, കോബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇതിനകത്ത് മാഗ്നീസിന്റെ വരുമ്പോൾ നിങ്ങൾ +1 മുതൽ നിങ്ങൾക്ക് ലാസ്റ്റ് എത്ര കണ്ടത്? സോറി, +1 അല്ല, +2 മുതൽ ലാസ്റ്റ് എത്ര കണ്ടത്? +7 വരെ കണ്ടു അല്ലെ? +2 +3 +4 +5 +6 +7 ഇത്രയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആളാണ് ആര്? മാഗ്നീസ് എന്ന് പറയുന്നത്. ഇനി വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഇവിടുന്ന് +6 മുതൽ മുകളിലേക്ക് വരാം. ക്രോമിയത്തിന്റെ കേസിൽ
+2 +3 +4 +5 +6. അടുത്ത ആൾ വരുമ്പോൾ +5 വരെ എഴുതാം. ഓക്കെ, +2 +3 +4 +5. അടുത്ത ആൾ വരുമ്പോൾ +4 എഴുതാം. +4 +2 +3 +4. ഇതിങ്ങനെ പോകുന്നില്ല. ഇവിടം വരെ ഒരു ഐഡിയ ഇല്ല. +1 ഇല്ല തിരിക്കും. +1 കാണിക്കുന്ന ഒരേ ഒരാളാണ്. ഓക്കെ, കോപ്പർ ആണ് +1 കാണിക്കുന്നത്. +2 ഇങ്ങനെ കാണിക്കും. ഞാൻ +2 കൂടി കാണിക്കും. ഓക്കെ, ഇവിടെ വരുമ്പോൾ നമുക്ക് +2 ഇല്ല, +3 മാത്രമേ. ഇനി +4 കഴിഞ്ഞ് പിന്നെ അടുത്തത് +3 ഉണ്ടാവും. ബട്ട് ഇവിടെ എഴുതാൻ പാടില്ല കേട്ടോ, ഇവിടെ ഇല്ല. ഇനി അയന്റെ കേസിൽ വരുമ്പോ +2 +3 +4 ഇതില്ല, +6. ഓക്കെ, ഇനി ഇത് രണ്ടുപേരുടെ മുമ്പിൽ വരുന്നത് അത് രണ്ട് സെയിം ആണ്. +2 +3 +4 രണ്ട് സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഇവർ വിവിധ കോമ്പൗണ്ടുകളിൽ കാണിക്കുക. ഇവരൊക്കെ ആരാണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം എന്താണ് മക്കളെ? വൈ ഇൻ ട്രാൻസിഷൻ എലമെന്റ്സ് there is only a small energy difference between the outermost S subshell and penultimate D subshell. കണ്ടോ, ലാസ്റ്റ് ഉള്ള എസ് സബ്ഷെല്ലും പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ എന്ന് പറഞ്ഞാൽ എസിന് മുന്നേ ഉള്ള ഡി സബ്ഷെല്ലിലും. ആസ് എ റിസൾട്ട് ഇലക്ട്രോൺസ് ഫ്രം എസ് ആൻഡ് ഡി ആൾസോ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ. അതിന്റെ ഫലമായിട്ട്, അതായത് ഇവിടെ സ്മോൾ എനർജി ഡിഫറൻസ് ഉള്ളത് കൊണ്ട് എസിലും ഡിയിലും ഇലക്ട്രോൺസുകൾ കൂടി റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഇവര് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഉത്തരം. അത് അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, യെസ്. അപ്പൊ ഓക്സിജൻ സ്റ്റേറ്റ് മനസ്സിലായാലോ? ഇനി ഇതിന്റെ ബേസിസിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടി എഴുതാൻ പഠിച്ചാലേ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് തീരുള്ളൂ. സാറേ എനിക്ക് മനസ്സിലായി, ഞാൻ കുറവാണ്. ഇതിന്റെ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടി എഴുതാൻ പഠിക്കണം. അത് എന്തായാലും ഇത് കഴിഞ്ഞ ദിവസം ചോദിച്ചില്ല, പക്ഷെ ഇനിയുള്ള പരീക്ഷയ്ക്ക് അത് കിട്ടും. ആദ്യം നമുക്ക് FeCl2 നോക്കാം. ദിസ് ഇസ് -1. ഇത് നമുക്ക് അറിയില്ല എക്സ്. അപ്പോ എക്സ് പ്ലസ് -1 രണ്ടെണ്ണം, -2 = 0. X is equal to +2. What does it mean? അയേണിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മക്കളെ? 2 ഇലക്ട്രോണിന്റെ ലോസ് ആയി. 2 ഇലക്ട്രോൺ ലോസസ്. മനസ്സിലായോ? അതായത് Fe2+ എന്ന് പറയുന്ന അയോൺ ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇതിന്റെ വിഘടിച്ച് കഴിഞ്ഞാൽ ഇത് ആരായിട്ട് മാറും? Fe2+ അയോണായിട്ട് മാറും. അതിന്റെ സബ്ഷൻ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പരീക്ഷിച്ചു. അപ്പൊ എങ്ങനെ എഴുതും? അപ്പൊ എങ്ങനെ എന്ത് അയോണ്ട് ചോദിച്ചാലും അതിന്റെ പ്യുവർ സ്റ്റേറ്റിലുള്ളത് ആദ്യം എഴുതണം കേട്ടോ. പ്യുവർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Fe എന്ന് പറയുന്നത് 26 ആണ്, അറ്റോമിക് നമ്പർ 26. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p6 4s2 3d. എത്ര വരും? 2 4 4 6 10 12 18 20 6 3d6. ഇത് ഏതാണ് അറിയാൻ പാടില്ലാത്ത മുന്നത്തെ വീഡിയോസ് ഒക്കെ കാണാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ എലമെന്റ്സിനും സാർ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ സമയം കളയുന്നില്ല. അതെല്ലാം പഠിച്ച കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിത് പറയുന്നത്. ഇവിടെ വരുമ്പോൾ ഇതൊരു ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നി ഇപ്പൊ നിർത്തി പോയിട്ട് സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന വീഡിയോ കണ്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ പറയുന്നത് ഇതിങ്ങനെയാണെങ്കിൽ പോലും ഓർഡറിൽ എഴുതുമ്പോൾ ഇത് ആദ്യം എഴുതിയിട്ട് വേണം ഇത് എഴുതാൻ. ഓക്കെ, അപ്പോ 3d6 4s2 നിലവിൽ ഇതാണ് അവസ്ഥ. അപ്പൊ 2 ഇലക്ട്രോൺ ലോസ് ആവണമെങ്കിൽ എവിടെ നിന്ന് ലോസ് ആവും? ആദ്യം നമ്മൾ ഇവിടുന്ന് ലോസ് ആവണം. ലാസ്റ്റ് ഷെല്ലിൽ ഈ 2 ഇലക്ട്രോൺ പോയി പോട്ടെ. ബാക്കിയുള്ളതാണ് നമ്മുടെ ആര്? ബാക്കിയുള്ളതാണ് നമ്മുടെ ആര്? Fe2+. ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? കിട്ടിയോ? ഇനി കൂട്ടി നോക്കി. 2 2 4 6 4 10 12 18 24 26 2 ഇലക്ട്രോൺ. അടുത്ത കോമ്പൗണ്ട് FeCl3 ആണ്. ഓഫ്കോഴ്സ് നമുക്കറിയാം ഇവിടെ Fe ഇവിടെ -1 ആണെങ്കിൽ എന്തായിരിക്കും? -3. അപ്പൊ ഇവിടെ എന്തായിരിക്കും? +3 ആയിരിക്കും. Fe ഇവിടെ +3 ആണ്. അപ്പൊ Fe+3 ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാൻ ചെയ്തതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്.
അപ്പോ +3 മീനിങ് എന്താണ്? 3 ഇലക്ട്രോൺസ്, 3 ഇലക്ട്രോൺസ് നഷ്ടമായി. അപ്പൊ നമുക്കൊന്ന് എഴുതി വെക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d6 4s2. ഇതാണ് നോർമൽ എഫ്. ശരിയാണോ? നോക്കിയേ, 2 4 6 10 12 12 6 18 2 20 26. ഇവിടെ എത്ര ഇലക്ട്രോൺ പോകട്ടെ? 3 ഇലക്ട്രോൺ ആണ് ഇവിടെ പോകുന്നത്. ഓക്കെ, 2 ഇവിടുന്ന് പോയി ഈ സബ്ഷെല്ലിനില്ലാണ്ട് പോരാ, 3 ഇലക്ട്രോൺ പോകണം. അപ്പൊ ഒരെണ്ണം അവിടെ പോകും, ഈ ഡി അങ്ങോട്ട് കുറയ്ക്കും. ദിസ് ബിക്കം 5 3d5. അത്രേ ഉള്ളൂ മക്കളെ, വളരെ ഈസി, സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മാംഗനീസിന്റെയും കൂടി ചോദിച്ചിട്ടുണ്ട്. അതും കൂടി ചോദിച്ചു, അതും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിയും. ഓക്കെ, ഇപ്പൊ മാംഗനീസിന്റെ നമ്മൾ നേരത്തെ കണ്ടതൊക്കെ നമുക്ക് ഒന്നുകൂടി എടുത്ത് എഴുതാം. MnCl2. രണ്ടാമത്തത് എന്താണ്? MnO2. മൂന്നാമത്തത് Mn2O3. ഓക്കെ, Mn2O3. ആൻഡ് ഫോർത്ത് വൺ എന്താണ്? Mn2O7. Mn2O7. ഇതിൽ ഏതെങ്കിലും കോമ്പൗണ്ട് പരീക്ഷയ്ക്ക് വന്നിട്ട് പറയുകയാണ് ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാഗ്നീസ് ഇൻ ദിസ് കോമ്പൗണ്ട്. നമുക്ക് നേരത്തെ പഠിച്ചു. ആൻഡ് ചോദ്യം വേണ്ട, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മാഗ്നീസ് അയോൺ ഇൻ ദിസ് കോമ്പൗണ്ട്. മനസ്സിലായോ? അതായത് മാഗ്നീസിന്റെ ഓക്സിജൻ നമ്പർ കണ്ടുപിടിക്കാം. ഓക്കെ സാറ് പറഞ്ഞപ്പോ കണ്ടുപിടിച്ചു. സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ മാഗ്നീസിന്റെ. അപ്പൊ മാഗ്നീസിന്റെ അല്ല ചോദിച്ചത്, മാഗ്നീസ് അയോൺ ഇൻ ദിസ് കോമ്പൗണ്ട്. അപ്പൊ ആ കോമ്പൗണ്ടിൽ എത്രയാണോ ഉള്ളത് അതനുസരിച്ച് ചെയ്താൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു +2 ആണെന്ന്. ക്ലിയർ? ഇവിടെ നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഇത് -2 ആവുമ്പോ -22 -1, ഇത് +4 ആവും. +4. ഇവിടെ ഓർമ്മയുണ്ടോ? ഇതെന്താണ്? -6 ആയി പോവും. -23 -6. അപ്പൊ ഇവിടെ എന്താവും? +3 വേണ്ട, എന്നാലാണ് +6 വരും. സോ ദിസ് ബിക്കം +3. നേരത്തെ ചെയ്തതാണ് കേട്ടോ, അതാണ് ഇങ്ങനെ എഴുതുന്നത്. ഇവിടെ വന്നപ്പോ നമ്മൾ കണ്ടുപിടിച്ചത് -2 വരുമ്പോ -14 ആവും. അപ്പൊ ഇവിടെ വന്നെങ്കിൽ +7 വേണം. സോ ദിസ് ഇസ് +7. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോ ജനറൽ ആയിട്ട് മാഗ്നീസ് എന്തായിരിക്കും? മാഗ്നീസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ 25 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s2 3d എത്ര എണ്ണം എല്ലാം നോക്കി? 2 4 10 12 6 18 2 20 25. അപ്പൊ 3d5 4s2 3d5. ഇത് നല്ല ഓർഡർ എഴുതുമ്പോ എന്താണ്? 3d5 ഇവിടെ എഴുതിയിട്ട് പിന്നെ 4s2 എഴുതാം. ഇതാണ് നമ്മുടെ നോർമൽ സ്റ്റേറ്റ് ഓഫ് എന്താണ്? മാഗ്നീസ് എന്ന് പറയുന്നത്. ഇത് മാഗ്നീസിന്റെ നോർമൽ സ്റ്റേറ്റ്. ഓക്കെ, ക്ലിയർ? Then +2 means 2 electrons losses. 2 ഇലക്ട്രോൺ നഷ്ടമായി. അപ്പൊ എവിടെ നഷ്ടമാവണം? 4s2 നഷ്ടമാണ്. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? 1s2 2s2 2p6 3s2 3p6 3d5 മതി. ആടാ 4s2 2 ഇലക്ട്രോൺ പോയി. ഇനി മറ്റേ നോക്കിയ 2 4 4 6 10 12 18. ഇത്രയും സാധനത്തിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? ആർഗൺ എഴുതിയാൽ പോരെ. അപ്പൊ സാർ അത് ചുരുക്കി, ഇനിയുള്ള പ്രോബ്ലത്തിൽ അത് ചുരുക്കിയിട്ട് 18 വരെ നമ്മൾ എന്താണ്? ആർഗൺ എഴുതി. അങ്ങനെ പഠിച്ചിട്ടില്ലേ? അങ്ങനെ പഠിക്കാത്തവർ അതൊന്ന് വീഡിയോ പോയി കണ്ട് മനസ്സിലാക്കുക. കുറച്ചുകൂടി എളുപ്പമായി. 18 വരെ ആർഗൺ. ഇവിടെ വരുന്ന +4 ആണ്. അപ്പോ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 18 വരെ ആർഗൺ, then 3d. ഓക്കെ, 2 എണ്ണം പോയപ്പോ s2 പോയി. നമുക്ക് 4 എണ്ണം പോകണം. അപ്പൊ 2 എണ്ണം കൂടി പോകണ്ടേ? അത് ഇവിടെ നോക്കളയാം. അപ്പൊ 3d3. വളരെ ഈസി. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ +3 ആണ്. അപ്പൊ ആർഗൺ എഴുതി. ഓക്കെ, ആർഗൺ എഴുതി. 3d5 4s2. പെട്ടെന്ന് നമ്മൾ 3 എണ്ണം പോകണം. അപ്പൊ ഈ 2 എന്തായാലും പോയി. ഇനി ഇതിന് ഒരെണ്ണം കൂടി പോകണം. അപ്പൊ ഇവിടെ 4. അടുത്തത് +7 ആണ്. +7. അപ്പൊ നമ്മൾ എഴുതിയ ആർഗൺ എഴുതിയിട്ട് 4s2 3d5 എന്താ? 3d5 4s2 അത് എഴുതി കഴിയുമ്പോൾ 5 2 7. ഇത് മൊത്തം പോകാം. അപ്പൊ ആർഗന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ആർക്ക് വരിക? ഇവിടെ മാഗ്നീസിന് വരും. ഇതിങ്ങനെ ഷോർട്ടാക്കി എഴുതാം, അല്ലെങ്കിൽ നിരത്തി ആർഗന്റെ അവിടെ എഴുതും.
ഈ ഒരു കേസിൽ വെറുതെ ആർക്കും എഴുതണ്ട, കാരണം ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, 1s2 2s2 2p6 3s2 3p6 അത്ര എഴുതാം. 18 2 4 6 10 12 18. ക്ലിയർ? യെസ്. മനസ്സിലായോ മക്കളെ? മനസ്സിലായി. ലാസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിയുമ്പോൾ ഇത്ര നേരം പഠിച്ചത് അയ്യോ സാറേ എന്ന് പറയും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് CrO5. ഓക്കെ, CrO5. ഇതിനകത്ത് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കും. ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ്. ക്രോമിയത്തിന് എനിക്കറിയില്ല എക്സ് -2 വളരെ സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. അല്ല, എക്സ് -2 × 5 -10 = 0. എക്സ് = -10 +10 10 ഇലക്ട്രോണോ, പരമാവധി +7 വരെ വരുന്നുള്ളൂ, +10 ഒന്നും വരില്ല. അപ്പൊ ഈ മെത്തേഡിൽ ഇവിടെ ക്രോമിയത്തിന്റെ കാണാൻ ശ്രമിച്ച തെറ്റാണ്. അയ്യോ സാർ, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ അതിന്റെ സ്ട്രക്ചർ അറിയണം എങ്ങനെയാണ്. ചിത്രശലഭത്തിനെ പോലെയാണ് ഇവിടെ ക്രോമിയം നിൽക്കുന്നത്, 2 ബോണ്ട് ഓക്സിജനുമായിട്ട്. പിന്നെ ഇവിടെ ഒരു ചിറക്, ഇവിടെ ഒരു ചിറക്, ഇവിടെ ഒരു ചിറക്, ഇവിടെ ഒരു ചിറക്. വേണ്ട, എന്നിട്ട് ഇവര് തമ്മിലൊരു ബോണ്ട്. പൂമ്പാറ്റയെ പോലെ ആയില്ലേ എനിക്ക് പൂമ്പാറ്റത്. ഇത് ഓക്സിജൻ ആണേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്രോമിയത്തിന് ഇവിടുന്ന് ഈ ഒരു ഓക്സിജൻ ഉണ്ട്. ഈ ഒരു ഓക്സിജനിൽ നിന്ന് ക്രോമിയത്തിന് എന്തായിരിക്കും കിട്ടുക? ഓക്സിജനിൽ നിന്ന് ക്രോമിയത്തിന് കിട്ടുന്നത് 1, ഇവിടുന്ന് 1, ഇവിടുന്ന് 1, ഇവിടുന്ന് 1, ഇവിടുന്ന് 2. എത്രയും 1 2 3 4 5 6 +6 ആണ് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ. മനസ്സിലായോ? അപ്പോ ചില കോമ്പൗണ്ടുകൾ നമുക്ക് ഈ മെത്തേഡിൽ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. അതായത് നമ്മൾ സ്ട്രക്ചർ ചെയ്യണം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. H2SO5. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഇതൊന്നും പരീക്ഷ ചോദിക്കൂല. ഒരു ക്യൂരിയോസിറ്റിക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഇപ്പോഴും പഠിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. H2SO5. അപ്പൊ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കിയ സൾഫറിന്റെ കണ്ടുപിടിക്കുന്നത് എന്താണ് 2 + 1. അപ്പൊ 2 × 1 2 പ്ലസ് ഒരു എക്സ് -10 = 0. സോ എക്സ് = -10 +10 -2 എക്സ് = +8 വരും. ദാറ്റ് ഇസ് റോങ്. ഞാൻ പറഞ്ഞില്ലേ +7 വരെ വരാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ സ്ട്രക്ചർ അറിയണം. ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് എസ് ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O H സിംഗിൾ ബോണ്ട് O H ഇങ്ങനെയാണ് വരുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഈ ഓക്സിജനിൽ നിന്ന് ഇവിടുന്ന് 2 ബോണ്ട് ഉണ്ട്. ഇവിടുന്ന് 1, ഇവിടുന്ന് എന്താണ് 2. എത്രയായി? 2 2 4 5 6. സൾഫറിന്റെ ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +6 ആണ്. മനസ്സിലായോ? +8 അല്ല. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളും ഉണ്ട്. അത് നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ +1 വരുമ്പോൾ പഠിക്കും. +1 അടുത്ത കൊല്ലം പഠിക്കുമ്പോൾ സാറിന്റെ ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ സാറ് ഇതേപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതേപോലെ അടുത്ത ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ 7:30 ആയിരിക്കും ലൈവ് വരിക. ലൈവ് വന്നതിന് ശേഷം കൃത്യം ആ ലൈവ് കഴിയുമ്പോൾ തന്നെ ഇത് ഓഫ് ആയി പോകും. അത് നമ്മുടെ ആർക്ക് കിട്ടത്തുള്ളൂ? നമ്മുടെ ഓൺലൈൻ ഇൻഫ്ലുവൻസ് സ്റ്റുഡൻസിന് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ കിട്ടില്ല. അപ്പോ നിങ്ങൾ കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിച്ചു പോവാം. ഇനി എപ്പോഴും ഇടയ്ക്കാണെന്ന് ഞാൻ ഓഫർ ചെയ്യുന്നില്ല. ചില സമയത്ത് ഞാൻ രാവിലെ ഇടും, ചില സമയത്ത് ഉച്ചയ്ക്ക് ഇടും. എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്ത ഒരു ടൈമിലായിരിക്കും ഞാൻ ഇടുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് അമർത്തി വെക്കുക. എല്ലാ ദിവസവും കയറി നോക്കുക. ലൈവ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ കറക്റ്റ് ടൈമിൽ ആ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി വരും. അപ്പൊ ലൈവ് കണ്ട പഠിക്കുക. മിസ്സായി പോയി കഴിഞ്ഞാൽ അത് നിങ്ങളാണ്. കാരണം നിങ്ങൾ ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ കണ്ടെത്തി അന്വേഷിച്ച് കൃത്യസമയത്ത് റെഗുലർ ആയിട്ട് പഠിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അല്ല, നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ചേരാം.
നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇതുവരെ പഠിച്ച രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോ? അപ്പോ ഇപ്പൊ സാറിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ തുടർന്നും അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി ആകെ 2 മാസമുള്ളൂ, അതായത് ഇപ്പൊ സെപ്റ്റംബർ അല്ലേ, ഒക്ടോബർ നവംബർ ഡിസംബർ കഴിഞ്ഞ്. ഡിസംബറിൽ എക്സാം ആണ്. ഡിസംബർ പഠിക്കാനുള്ളതല്ല. ഒക്ടോബർ നവംബർ മുഴുവൻ പഠിച്ചിട്ട് ഡിസംബർ ഫസ്റ്റ് വീക്ക് ഡിസംബർ എക്സാം വരും. അപ്പൊ എന്ത് ചെയ്യും? ആകെ 2 മാസം, 60 ദിവസം. ഈ 60 ദിവസം കൊണ്ട് എല്ലാം പഠിക്കണ്ടേ? അപ്പോ സാറിന്റെ വീഡിയോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പഠിക്കാം. അപ്പൊ കണ്ട വീഡിയോ പിന്നെയും പിന്നെയും കാണാം. നോട്ടുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിന്റെ പുറകെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസും ട്രെയിനിങ് ഒക്കെ തരും. ചിലപ്പോൾ എല്ലാ വീഡിയോയും പബ്ലിക് ആയിട്ട് ഇടണമെന്നില്ല. ചില വീഡിയോസ് നമ്മൾ മെമ്പേഴ്സിനും ഈ പറഞ്ഞ ഓൺലൈൻ ട്യൂഷൻ ചേർന്ന കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യും. അത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കുക, വളരാം. ഓക്കെ, താങ്ക് യു. ഇനി ലാസ്റ്റ്, സാറെ പൈസ ഇല്ല, എനിക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് സ്പെഷ്യലായിട്ട് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. അത് ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് നിങ്ങളെ നമുക്ക് ഇതിനകത്ത് ചേർക്കുന്നു. ഓക്കെ, താങ്ക് യു.